ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവ- ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ആം, ഇന്ന് ഹായ് നമുക്ക് ഹായ് എല്ലാവർക്കും ഹായ്. നമ്മള് ബിഗ് ബുക്കിന്റെ ജനനം അല്ലെങ്കിൽ ബിഗ് ബുക്ക് എങ്ങനെയാണ് രൂപീകൃതമായത്, അതിനടുത്ത് LW അല്ലെങ്കിൽ ഹാങ് പി പോന്നരായ ഫ്രാങ്ക് ആമോസ് എന്ന് പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ആളുകള്, അല്ലെങ്കിൽ അതിനു ചുറ്റും ആരൊക്കെയാണ് കൂടിച്ചേർന്ന് നിന്നത്, അവർ ചെയ്ത സംഭാവനകൾ ഒക്കെ എല്ലാം ചേർത്താണ് നമ്മൾ ഈ ബിഗ് ബുക്കിന്റെ ജനനം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഹാങ് പിയുടെ ചില ആശയങ്ങളാണ്. നമുക്കറിയാം, LWയുടെ വലങ്കൈ ആയിരുന്നെങ്കിലും പിന്നീട് കുടിച്ചുപോയ ഹാങ് പി ആണ് ബിഗ് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ LW ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബുക്ക് എഴുതുമായിരുന്നില്ല, ഹാങ് പി ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല എന്നാണ് പൊതുവെ പറയുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശയമായിരുന്നു ലൈഫ് ഇൻഷുറൻസ്. അതായത് ഇൻഷുറൻസ് ആളുകളുമായി ബന്ധപ്പെട്ട്, ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് പരസ്യം സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് അമേരിക്കയിൽ ഉടനീളമുണ്ടായിരുന്ന കോടതി വ്യവഹാരങ്ങൾക്ക് ഒരു അറുതി വരുത്തുക. കാരണം കുടിയന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കൂടുതൽ ആക്സിഡന്റുകൾ ഉണ്ടാക്കുകയും അങ്ങനെ മരണമൊക്കെ ഒരുപാട് പേരുടെ മരണമൊക്കെ സംഭവിച്ച ഒരു കാലഘട്ടത്തില് ഇത് നമ്മളുടെ ഈ സുഖപ്പെടൽ പദ്ധതി അവരെ ആകർഷിക്കുകയും അവർ നിർബാധം അല്ലെങ്കിൽ ഒരു ബാധ്യത ഒരു ഒരു ഒഴിവഴിവ് കൂടാതെ തന്നെ നമുക്ക് പരസ്യം തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മറ്റു പല ആശയങ്ങൾ പോലെ തന്നെ അതൊരു അയാഥാർത്ഥ്യമായിട്ടുള്ള ആശയമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഈ ഭാഗത്ത് ഒന്ന് പറയുന്നത് അക്രോണിലെ അല്ലെങ്കിൽ ആ കാലത്ത് അക്രോണില് ഈ ബിഗ് ബുക്കിനോട് ഉണ്ടായിരുന്ന ഡോക്ടർ ബോബിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപനത്തെ കുറിച്ചും, പിന്നീട് LW ഈ സമയത്ത് ഉണ്ടായ LWന് ഉണ്ടാകാനിടയുണ്ടായിരുന്ന ഒരു സ്ലിപ്പ് ഒഴിവായി പോയതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുക. അപ്പോ ആദ്യത്തെ ഭാഗത്തേക്ക് പോകാം. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ബിൽ ഹാഡ് ഓപ്പൺലി ഇൻവൈറ്റഡ് ക്രിറ്റിസിസം, ദർ വാസ് സംതിങ് വെരി ഫിനിഷ്ഡ് അബൌട്ട് ദിസ് ടു ചാപ്റ്റേഴ്സ് ആൻഡ് ദ ഔട്ട്ലൈൻ മെയിൽ ടു അക്രോൺ. അതായത് അക്രോണിലേക്ക് അയച്ച നമ്മുടെ 2 ചാപ്റ്ററിനെ കുറിച്ച് നിർബാധം ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ക്രിറ്റിസിസം ചെയ്യാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി വിമർശിക്കാം എന്നുള്ള ഒരു തുറന്ന ഹൃദയത്തോടുകൂടിയാണ് ബില്ല് പറഞ്ഞതെങ്കിലും ഇറ്റ് വാസ് എ നീറ്റ് ആൻഡ് എ ടൈഡി പാക്കേജ്. എങ്ങനെ അയച്ചത്? വളരെ പാക്ക് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. പ്രസന്റിങ് എ ഫോർബിഡബിൾ ചലഞ്ച് ടു എനി വുഡ് ബി ക്രിറ്റിക്. അപ്പൊ ആർക്ക് വേണേലും വിമർശിക്കാം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അത് അയക്കുന്നത്. വാട്ട് ബിൽ ഹാഡ് സെൻഡ് കുഡ് ഈസിലി accommodate an occasional suggestions or correction, but the self-contained completence of it all discouraged wholesale rejection unless that person was willing to undertake a complete rewrite of both the outline and the individual chapters. അപ്പോ അവിടെ അതായത് വല്ലപ്പോഴുമുള്ള നിർദ്ദേശങ്ങളോ തിരുത്തലുകളോ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇനി ഒരാൾ ഹോൾസെയിൽ ആയിട്ട് റിജക്ട് ചെയ്യുക, അത് മൊത്തത്തിൽ ഇത് തെറ്റാണെന്ന് റിജക്ട് ചെയ്യുകയാണെങ്കിലും ആ പറയുന്ന ആള് ഈ ഭാഗം, അയാൾ റിജക്ട് ചെയ്യുന്ന ഭാഗം പൂർണ്ണമായിട്ട് വീണ്ടും എഴുതുകയോ അയാളുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചാപ്റ്റർ ആയിട്ട് എഴുതി തരണം എന്നുള്ളതാണ്. Wilson had already put in the hard work needed to get this far in the project and there was really no one in Akron with the time. അതായത് ബിൽ വിൽസൺ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അക്രോണിലെ ഒരാൾ പോലും അതിന് സമയം കണ്ടെത്തുകയോ അതിനു വേണ്ടിയിട്ട് ഊർജം ചെലവഴിക്കുകയോ ടാലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവരോ ആഗ്രഹമുള്ളവരോ തുറന്ന മനസ്സുള്ളവരോ ഒന്നും ഇല്ലായിരുന്നു എന്ന്. എഫേർട്ട് നെസസറി ടു ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഡിഫറൻസ് വെർഷൻ ഓഫ് ദ ബുക്ക്. അതായത് ഈ ബുക്കിന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ബുക്കിന് വ്യത്യസ്തമായി മറ്റൊരു തരത്തിൽ എഴുതാൻ ആർക്കും സമയമില്ലായിരുന്നു. പെർഹാപ്സ് റിയലൈസിംഗ് ദിസ്, ബിൽ ഓഫേർഡ് ബോബ് എ വെരി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നിയർ ദ എൻഡ് ഓഫ് ദിസ് ലെറ്റർ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിന്റെ അവസാനം വളരെ തുറന്ന ചോദ്യങ്ങൾ ബോബിനോട് പറയാണ്. ജനറസ്ലി ഇൻവൈറ്റിംഗ് ദിസ് ഒപ്പീനിയൻ ഓൺ എ മാറ്റർ ദാറ്റ് ഹാഡ് നോട്ട് യെറ്റ് ബീൻ ഡിസൈഡ് അറ്റ് ഓൾ, ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്. അതായത് ബുക്കിന്റെ തലക്കെട്ടിനെ കുറിച്ചാണ് ചില അഭിപ്രായങ്ങളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ സ്വീകരിക്കണമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബൈ ദ വേ യു മൈറ്റ് ഓൾ ദ തിങ്കിങ് അപ്പ് എ ഗുഡ് ടൈറ്റിൽ. അപ്പൊ അദ്ദേഹം കത്തിൽ എഴുതുകയാണ്. അതായത്
ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ബുക്കിനെ പറ്റി ഒരു നല്ലൊരു ടൈറ്റിൽ തലക്കെട്ട് വേണം. നിയർലി എവരി വൺ അഗ്രീസ് ദാറ്റ് വി ഷുഡ് സൈൻ ദ വോളിയം ആൽക്കഹോളിസം അനോണിമസ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഇത് ആൽക്കഹോളിസം അനോണിമസ് ടൈറ്റിൽ ഫസ്റ്റ്. അപ്പൊ അവര് 2-3 ടൈറ്റിൽ കൊടുക്കുകയാണ്. ഒന്ന്, ടൈറ്റിൽ സച്ച് ആസ് ഹെവൻ, അതായത് സ്വർഗം, 100 man, 100 മനുഷ്യർ, കം ദ ഡൗൺ എന്ന് വെച്ചാൽ നിലത്തിറങ്ങി വരിക, എക്സെട്ര ഹാവ് ബീൻ സജസ്റ്റഡ്. അങ്ങനെ ഒരു 3-4 പേരുകളും ഇദ്ദേഹം സജസ്റ്റ് ചെയ്യണം. വൈൽ ദർ വാസ് ജനറൽ എഗ്രിമെന്റ് ദാറ്റ് ദ ഓതേഴ്സ് ഷുഡ് റിമെയിൻ അനോണിമസ്. വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, ആരെന്ത് എഴുതിയാലും അവര് അനോണിമസ് ആയിട്ട് നിൽക്കണം. ഹാങ് സജസ്റ്റ് ഫോർ ടൈറ്റിൽ ദ ബുക്ക് ആൽക്കഹോളിസം ഹാഡ് ഒബിയസ്ലി നോട്ട് അറ്റ് ഗെയിനഡ് മച്ച് അട്രാക്ഷൻ. അതായത് ഇതേ സമയത്ത് ഹാങ് പി ശുപാർശ ചെയ്ത ആൽക്കഹോളിസം അനോണിമസ് എന്നുള്ള തലക്കെട്ട് ഇതേ സമയത്ത് ആരും സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ആരെയും അട്രാക്ട് ചെയ്തില്ല. ആൻഡ് വൈ ഷുഡ് ഇറ്റ്? എന്തുകൊണ്ടാണിത്? ദർ വേർ സോ മെനി അതർ മച്ച് മോർ കളർഫുൾ ടൈറ്റിൽസ് ടു ബി ഇമാജിനഡ്. കാരണം ഭാവനയ്ക്ക് വിധേയമായി നല്ല കളർഫുൾ ആയിട്ടുള്ള നിറങ്ങളോട് കൂടിയ അല്ലെങ്കിൽ പല തലക്കെട്ടുകളും അവരുടെ ഭാവനയിൽ വിരിഞ്ഞു എന്നുള്ളതാണ്. ഹിയർ ബിൽ മെൻഷൻസ് ജസ്റ്റ് 3. ഇവിടെ ബില്ല് പറഞ്ഞ ഈ 3 തലക്കെട്ടുകള് സ്വർഗം, 100 മനുഷ്യര്, താഴെ ഇറങ്ങി വരിക എന്നുള്ള 3 തലക്കെട്ടുകള്. ബട്ട് ദ ലിസ്റ്റ് ഓഫ് പോസിബിളി ടൈറ്റിൽസ് വുഡ് ഗ്രോ സിഗ്നിഫിക്കന്റ്ലി ഓവർ ദ നെക്സ്റ്റ് 7 months ആസ് നെയിമിംഗ് ഇൻ ദ ബുക്ക്. അപ്പോ ഇത്തരം ലിസ്റ്റുകള് അല്ലെങ്കിൽ ഈ തലക്കെട്ടിന്റെ സാധ്യതാ ലിസ്റ്റുകള് ഏകദേശം 7 മാസത്തോളം ഗ്രൂപ്പിനിടയിൽ കറങ്ങി കളിച്ചു. became something of a popular parlor game among the ന്യൂയോർക്ക് മെമ്പേഴ്സ്. ഇതോടൊപ്പം തന്നെ ന്യൂയോർക്ക് മെമ്പേഴ്സിന്റെ ഇടയിലും അതൊരു ചർച്ചാ വിഷയമായി തുടർന്നു. ബിൽ then asked Bob another open-ended question and supplied some context for that questions. അതായത് പിന്നീട് ബിൽ ഡബ്ല്യു വീണ്ടും ഡോക്ടർ ബോബിന് ഒരു കത്ത് എഴുതുകയാണ്, ഇതിനെ പറ്റിയുള്ള തലക്കെട്ടും മറ്റുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യങ്ങൾ. വാട്ട് വുഡ് യു തിങ്ക് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് എ ചാരിറ്റബിൾ കോർപ്പറേഷൻ ടു ബി കോൾഡ് ലെറ്റ് us say ആൽക്കഹോളിസം അനോണിമസ്? അദ്ദേഹം പറയുന്നത്, ആൽക്കഹോളിസം അനോണിമസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ കോർപ്പറേഷൻ നമുക്ക് തുടങ്ങിയാൽ എന്താണ് കുഴപ്പം? മണി കമ്മിങ് ഇൻ ഫ്രം ദ ബുക്ക് കുഡ് ബി ഹാൻഡഡ് ത്രൂ ഇറ്റ് ആസ് വെൽ ആസ് എനി ഫണ്ട്സ് അറൈസിംഗ് ഫ്രം കോൺട്രിബ്യൂഷൻ ബൈ കോർപ്പറേഷൻ ബെനിഫിറ്റഡ് ബൈ അവർ വർക്ക്. നമ്മളുടെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ദുരിതമനുഭവിക്കുന്ന മദ്യാസക്തരിലേക്ക് എത്താനായിട്ട് വരുന്ന ഈ പണം, അതായത് ബുക്ക് വിറ്റ് കിട്ടുന്ന പണവും മറ്റ് കോർപ്പറേഷനുകളൊക്കെ തരുന്ന പണവും ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ആൽക്കഹോളിസം അനോണിമസ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ കോർപ്പറേഷൻ തുടങ്ങിയ എന്താണ് കുഴപ്പം? വി ഷുഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് പെർഹാപ്സ് സം ഡേ അവർ ആക്ടിവിറ്റീസ് വിൽ ബി സ്ക്രൂട്ടിനൈസ്ഡ് ബൈ ഹോസ്റ്റൈൽ മൈക്രോസ്കോപ്പ്. അതായത് നിങ്ങൾ ബോബിനോട് പറയണം, നിങ്ങൾ ഓർക്കണം, ഒരിക്കൽ നമ്മളുടെ ഈ പ്രവൃത്തികളെല്ലാം വൻതോതിൽ മൈക്രോസ്കോപ്പിലൂടെ ആളുകൾ പരിശോധിക്കും. വിത്ത് ദ ഐഡിയ ഓഫ് പ്രൂവിങ് വി ആർ എ റാക്കറ്റ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു റാക്കറ്റ് ആണോ, മാഫിയ ആണോ, നമ്മൾ മദ്യപാനികളെ പിടിച്ച് പണം ഉണ്ടാക്കാനായിട്ടുള്ള വൻതോതിൽ ഇറങ്ങിയിരിക്കുന്ന ഏതെങ്കിലും റാക്കറ്റ് ആണോ എന്ന് അവർ സംശയിക്കാനിടയുണ്ട്. ഇഫ് നൗ from a corporation whose control is exercised by a board composed largely of disinterested and non-alcoholic people. അതായത് നമ്മളിപ്പോൾ തന്നെ ഈ പറയുന്ന കോർപ്പറേഷനാലും നോൺ ആൽക്കഹോളിക്കുകളുമായിട്ടുള്ള ബന്ധത്തിലും അവരൊക്കെ നമ്മളോട് വലിയ ലാർജ്ലി ഓഫ് ഡിസ്ഇൻട്രസ്റ്റഡ്, നമ്മളെ വളരെ വൻതോതിൽ താല്പര്യമില്ലാത്തവരാണ്. വി ഷാൽ ഹാവ് ക്ലോസ്ഡ് ദ ഡോർ ടു സച്ച് ക്രിറ്റിസിസം. നമ്മൾക്ക് ഇത്തരം വിമർശനങ്ങളുടെ നേരെ വാതിൽ കൊട്ടിയടക്കേണ്ടതുണ്ട്. ദ ട്രസ്റ്റീസ് ഓഫ് ദിസ് കോർപ്പറേഷൻ, അതായത് ഈ കോർപ്പറേഷന്റെ ട്രസ്റ്റികൾ കുഡ് അഡ്മിനിസ്റ്റർ എനി അതർ എന്റർപ്രൈസ് വി മൈറ്റ് വാണ്ട് ടു എൻഗേജ് ഇൻ. അതായത് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം അവരാണ് പിന്നീടുള്ള നമ്മുടെ നടത്തിപ്പ്, അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത്. എന്തെങ്കിലും എന്റർപ്രൈസസ് തുടങ്ങണമെങ്കിൽ പോലും അവരാണ്. സച്ച് ഫോർ ഇൻസ്റ്റൻസ് ആസ് സാനിറ്റോറിയം. അതായത് മദ്യാസക്തരെ 1939 എഴുതിയ പുസ്തകമാണ്. അപ്പൊ നമുക്കറിയാം അന്നത്തെ കാലത്ത് സാനിറ്റോറിയങ്ങളും ഒക്കെ ഉള്ളു. വൻതോതിലുള്ള ഇത്തരത്തിലുള്ള റിഹാബുകളോ ആശുപത്രികളോ ഒന്നും വൻതോതിലില്ല. അന്നത്തെ ആശുപത്രി എന്ന് പറയുന്നത് ചാൾസ് പി ടൗൺസ് ഹോസ്പിറ്റലാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ആശുപത്രി ഉള്ളത്. പിൽക്കാലത്ത് ഇപ്പൊ നമുക്ക് കൂണ് പോലെ ചികിത്സാലയങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് 90 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഈ പറയാ. അപ്പൊ സാനിറ്റോറിയം തുടങ്ങുന്നതിനൊക്കെ ആയിട്ട് ഈ കോർപ്പറേഷൻ സാധിക്കുമെന്നാണ് ബിൽ ഡബ്ല്യു എഴുതിയ കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ആസ് ഇറ്റ് വാസ് ഇൻ ഹാങ്സ് ഐഡിയാസ്, ഇത് തീർച്ചയായും ഹാങ്കിന്റെ ആശയങ്ങളാണ്. ദ ഐഡിയ ഓഫ് ഫോമിംഗ് ദെയർ ഓൺ ഫൗണ്ടേഷൻ വാസ് നൗ ക്ലിയർലി ഇൻ ദ
forefront of Bill's minds and soul. അതായത് ഹാങ്കിന്റെ ആശയം ഇപ്പോൾ ബില്ലിന്റെ മനസ്സിലേക്കും പൊട്ടി വീണിരിക്കുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഹി ടെൽസ് ബോബ് സ്മിത്ത് ഓഫ് ദെയർ പ്ലാൻ ക്രിയേറ്റ് ഫൗണ്ടേഷൻ. ആദ്യമായി ഡോക്ടർ ബോബിനോട് ബിൽ ഡബ്ല്യു അത് തുറന്നു പറയുന്നു. ഷെയറിംഗ് നോട്ട് ഓൺലി ഹിസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ് പ്ലാൻ, അതായത് അതിന്റെ ന്യായാന്യായങ്ങളെ പറ്റി പറയാൻ പങ്കുവെക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ബട്ട് ഓൾസോ ഔട്ട്ലൈൻ ദ വേ ഇൻ വിച്ച് ദ ഫൗണ്ടേഷൻ വുഡ് ബി സ്ട്രക്ചർഡ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഇറ്റ് വുഡ് ഹാവ്. അതായത് ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെട്ടിപ്പൊക്കേണ്ടത്, അതുപോലെ വല്ല ആ ഫൗണ്ടേഷന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് കൂട്ടായ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ഓവർസൈറ്റ് ഓഫ് എനി സാനിറ്റോറിയം ദേ മൈറ്റ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് പിൽക്കാലത്ത് ഒരു സാനിറ്റോറിയമോ അല്ലെങ്കിൽ മദ്യാസക്തരെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തുടങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരു ഉൾക്കാഴ്ച, ഓവർസൈറ്റ്, ഒരു ദർശനവും കൂടി പിൽക്കാലത്ത് തുടങ്ങാനുള്ളതാണ്. അപ്പൊ ഒരു ദർശനവും കൂടി അതിനകത്ത് പങ്കുവെക്കേണ്ടതുണ്ട്. ദിസ് സെയിം ഫോർമുല ഷുഡ് ബി ബ്രോട്ട് അപ്പ് അഗെയിൻ എ ഫ്യൂ വീക്സ് ലേറ്റർ വെൻ വിൽ കൺവിൻസ് ഡോക്ടർ ബോബ്. അപ്പോൾ ഈ ഫോർമുല വീണ്ടും കുറച്ചാഴ്ചകൾ ശേഷം ലേറ്റർ വെൻ ബിൽ കൺവിൻസ് ഡോക്ടർ ബോബ് ബിക്കം വൺ ഓഫ് ദ ട്രസ്റ്റീസ് ഓഫ് ദ ഫൗണ്ടേഷൻ. വീണ്ടും അദ്ദേഹമാണ്, ഡോക്ടർ ബോബാണ് അതിനകത്ത് ട്രസ്റ്റിയിൽ ഒരാൾ എന്ന് കൂടി പിന്നീടുള്ള ആഴ്ചകളിലെ ഇദ്ദേഹം വരുന്ന കത്തിൽ പറയുന്നത്. വിച്ച് വാസ് ഫൈനലി സെറ്റപ്പ് ഇൻ ഏർലി ഓഗസ്റ്റ്. അത് ഓഗസ്റ്റിലാണ് അത് സെറ്റപ്പ് ചെയ്തത്. ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ബിൽ സപ്ലൈസ് ബോബ് വിത്ത് സം സ്പെസിഫിക് ഡീറ്റെയിൽസ്. അതായത് അവസാനത്തെ വരികളിൽ, അവസാനത്തെ പാരഗ്രാഫിൽ ബിൽ ഡബ്ല്യു ബോബിന് ചില ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം കൊടുക്കുന്നുണ്ട്. അബൌട്ട് ദെയർ വർക്ക് വിത്ത് പൊട്ടൻഷ്യൽ ഡോണേഴ്സ്, അതായത് അവർക്ക് പണം ലഭിച്ച ആളുകളുടെ കാര്യങ്ങൾ. എക്സ്പ്ലെയിൻ ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ദെയർ എഫേർട്ട് ആൻഡ് ദെയർ ഹോപ്സ്, അവരുടെ പ്രതീക്ഷയുടെയും അവർ ചെലവാക്കിയ ഈ പറയുന്ന ഈ പുസ്തകം ഇറങ്ങുന്നതിലേക്കായി ചെലവാക്കിയ ഊർജത്തിന്റെ ഒരു കഥയാണ് ആ പാരഗ്രാഫിൽ വിവരിക്കുന്നത്. പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് സസ്പെക്ടഡ് ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ഫ്രണ്ട്സ് ഓഫ് ഫ്രാങ്ക് ആമോസ് suitable to whom it may concern letters introducing us to people of means. അതായത് നമ്മൾക്കുടെ കൂട്ടുകാരനായ ഫ്രാങ്ക് ഓമസ് നമുക്കറിയാം, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ അംഗമാണ്. ആ ട്രസ്റ്റിലെ ആളുടെ സഹായത്തോടുകൂടി ടു ഹും ഇറ്റ് മേ കൺസേൺ എന്നുള്ള തലക്കെട്ട്, ആർക്ക് വേണ്ടിയാണോ അവർക്ക് എന്നുള്ള കൺസേൺ, അങ്ങനെ ഒരു തലക്കെട്ടോടുകൂടി പല ആളുകളും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ പ്ലാൻ ഈസ് ടു അപ്രോച്ച് സച്ച് പീപ്പിൾ saying that we need funds to carry on our general work to publish this book. ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായിട്ടുള്ള പണം സ്വരൂപിക്കുക തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. they will be shown chapters of the book. അതിനകത്ത് നമ്മുടെ ബുക്കിലെ ചാപ്റ്റർ കാണിക്കുന്നുണ്ട്. and will be told that we intended to become self-supporting within 1 year. അതായത് ഒരു വർഷക്കാലമായി ഞങ്ങൾ സ്വയം പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ബട്ട് ദാറ്റ് വി ഷാൽ നീഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ മീൻ ടൈം. പക്ഷെ ഞങ്ങൾക്ക് ഇതേ സമയം തന്നെ പണത്തിന്റെ ആവശ്യമുണ്ട്. സോ വി ആർ ഹാർഡ് അറ്റ് വർക്ക് ഇൻ ദ മണി ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് ഞങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്യാണ്. ഔട്ട് ഹിയർ ആൻഡ് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് വി ഷാൽ റേസ് വാട്ട് വി നീഡ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ സ്വരൂപിക്കും. വെൻ ദിസ് ഈസ് അക്കംപ്ലീഷ്ഡ് സം ഓഫ് us will probably come out for a visit, at which time we can develop matters further. അപ്പോ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്യുക, ബോബിനോട് പറയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, വികസിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ബിൽ ഈസ് ബീങ് എ ബിറ്റ് ഡ്യൂപ്ലിക്കേഷൻസ് ഹിയർ ഇൻ ഫെയിലിംഗ് ടു നോട്ട് ദാറ്റ് ദ ഫണ്ട് റൈസിംഗ് പ്ലാൻസ് വെർ ഓൾറെഡി വെൽ ലോഞ്ച്ഡ്. അപ്പോ ഇവിടെ വെച്ചിട്ട് ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. മാഗ്യൂർ ഹാവിംഗ് ഹാഡ് ദിസ് കൈൻഡ് ഓഫ് പ്രൊമോഷണൽ പാക്കേജ് ഇൻ ഹാൻഡ് ഫോർ എ വീക്ക് വെൻ ദിസ് ലെറ്റർ വാസ് റിട്ടൺ. അതായത് പ്രൊമോഷണൽ പാക്കേജ് ഓൾറെഡി ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിലുള്ള പ്രൊമോഷണൽ പാക്കേജ് ഓൾറെഡി തയ്യാറാക്കിയിരുന്നു. സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത് നത്തിങ് ദാറ്റ് വൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദ ഇനിഷ്യൽ പ്രസന്റേഷൻ ലെറ്റർ. അതായത് അപ്പോഴും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു രീതിയിലാണ് പ്രൊമോഷണൽ പാക്കേജ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ലെറ്ററിൽ ഇത് പ്രസന്റ് ചെയ്യാതിരുന്നത്. എംഫസൈസ്ഡ് ദെയർ കമ്മിറ്റ്മെന്റ് ടു ബീയിങ് ഫുള്ളി സെൽഫ് സപ്പോർട്ടിംഗ് വിത്തിൻ എ ഇയർ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് കൂടുതൽ ഊന്നി പറയേണ്ടതുണ്ടായിരുന്നു. നമ്മൾ സ്വയം പിന്തുണയോടുകൂടിയാണ് ഒരു വർഷക്കാലമായി നീങ്ങുന്ന കാര്യം കൂടുതൽ ഊന്നി പറയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രൊമോഷണൽ പാക്കേജിനെ കുറിച്ചും അത് തയ്യാറാക്കിയിരിക്കുന്നതിനെ കുറിച്ചും അവർ പറയാണ്ടിരുന്നത്. വിൽസൺസ് കോൺഫിഡൻസ് ഇൻ ദിസ് മാറ്റർ, വിൽസന്റെ ആത്മവിശ്വാസം however misplaced is almost charming to see. അപ്പോൾ ഇവിടെ
അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസത്തെ കുറിച്ചാണ്. ആത്മവിശ്വാസം ഇവിടെ കാണേണ്ടതുണ്ട്. ഫൈനലി തിങ്സ് ആർ ഫാമിലി ഓൺ ട്രാക്ക് ആൻഡ് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇസ് ബീങ് മേഡ് ഓൺ വാട്ട് നീഡ് ടു ബി ഡൺ ടു സ്പ്രെഡ് ദയർ സൊല്യൂഷൻ അക്രോസ് ദ കൺട്രി. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ആൽക്കഹോളിസം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമത്തിന്റെ വിതരണം അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രസ് നടത്തേണ്ടതുണ്ട്. ബിൽ ക്ലോസസ് വിത്ത് എ വാം സിറ്റുവേഷൻ warm salutation of everyone in Ohio and a postscript containing something of a mixed message. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒഹായോയിലെ ആളുകൾക്കായി ഒരു മിക്സഡ് മെസ്സേജ് അയക്കുകയാണ്. Meanwhile, a salutation to the alcoholic brethren and God be with you all. Much yours. അതായത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈനഡ് ബിൽ ഡബ്ല്യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയക്കുന്നത്. അതിനകത്ത് വേറൊരു നോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ഐ ബിലീവ് ഫ്രാങ്കോമോസ് conquers, let us know what you think. അപ്പൊ ഫ്രാങ്കോമോസും നമ്മളെ സഹായിക്കുമായിരിക്കും. I am mailing Frank Amos a copy of this letter. I think of Congress more the most part of the content. Please let us know what. അപ്പൊ ഫ്രാങ്ക് തോമസിനെ കുറിച്ചും അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും സ്ട്രൈക്ക് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വീണ്ടും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. Once again, there is mentioned that a duplicate copy of this letter has been made and it is being used to apprise other people of the current state of their affairs. അപ്പോൾ ഈ കത്തിന്റെ കോപ്പി എടുത്തുകൊണ്ട് മറ്റു പലർക്കും അദ്ദേഹം അയച്ചിട്ടുണ്ട്. സീമിംഗ്ലി ജനറസ് ഫൈനൽ സോളിസിറ്റേഷൻ ദാറ്റ് ബോബ് ലെറ്റ് us know what you think. ബോബിനോട് ലെറ്റ് us know what you think. ഞങ്ങളെ അറിയിക്കൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ആ ഒരു വരിയാണ് അവസാന വരി. അത് വെച്ചുകൊണ്ട് മറ്റു പലർക്കും കത്തെഴുതുന്നത്. കംസ് പാക്കേജ്ഡ് വിത്ത് ദ ഇംപ്ലിസിറ്റ് റിമൈൻഡർ ദാറ്റ് ദീസ് ആർ നോട്ട് ജസ്റ്റ് ബിൽസ് ഐഡിയ. അതായത് ഇത് വെറും ബില്ലിന്റെ ആശയങ്ങൾ മാത്രമല്ല, ദേ ഓൾസോ ദ എൻഡോഴ്സ്മെന്റ് ഓഫ് റോക്ക്ഫെല്ലേഴ്സ് ആൻഡ് ഫ്രാങ്കോമോസ്. ഫ്രാങ്കോമോസിന്റെ ആശയമാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദർ ഈസ് എ സർട്ടൻ symmetry to this prospect, one which hardly creates an open invitation for any kind of serious criticism. അതായത് വിമർശനങ്ങളെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരാശയത്തിലാണ് ഈ കത്തുകളെല്ലാം എല്ലാവർക്കുമായിട്ട് അയച്ചത്. ദ ലെറ്റർ ഓപ്പൺഡ് വിത്ത് ആൻ എംഫസൈസ് ഓൺ ഫ്രാങ്കോമോസ് enthusiastic approval of the book project. അതായത് ഫ്രാങ്കോമോസിന്റെ പേര് വെച്ചിരിക്കുന്നത് ഈ ബുക്ക് പ്രൊജക്ടിന്റെ ഒരു അപ്രൂവലിന് വേണ്ടിയാണ്. ആൻഡ് എൻഡ്സ് വിത്ത് ഹിസ് മച്ച് മോർ സ്വീപ്പിംഗ് അപ്രൂവൽ ഓഫ് മോസ്റ്റ് ഓഫ് ദ ഐറ്റം ഡിസ്കസ്ഡ് ഇൻ ദിസ് ലെറ്റർ. ഈ ബോബ് ഹാഡ് എനി ഒബ്ജക്ഷൻ ടു വാട്ട് വാസ് ബീങ് ഡൺ ഇൻ ന്യൂയോർക്ക്. അതായത് എന്തെങ്കിലും തരത്തിൽ ഡോക്ടർ ബോബിന് ഒരു ഒബ്ജക്ഷൻ ഇല്ലാതിരിക്കാൻ കൂടി ആയിരിക്കാം അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. വെൻ ഹി കുഡ് നോട്ട് ജസ്റ്റ് ബി ഡിസഗ്രീയിങ് വിത്ത് ബിൽ ആൻഡ് ഹാങ്. അതായത് ഹാങ്കിനോടും ബില്ലിനോടും ഏതെങ്കിലും കാര്യത്തിൽ ഡിസഗ്രി അല്ലെങ്കിൽ സമ്മതമില്ലാതിരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ ഫ്രാങ്ക് ആമോസിന്റെ പേരും കൂടി ചേർക്കുമ്പോൾ അത് കൂടുതൽ ജെന്യൂനിറ്റി വരാൻ വേണ്ടി ആണ് കൂടി അത് ചേർത്തതെന്ന് ചരിത്രകാരൻ പറയുന്നത്. ഹി വുഡ് ഓൾസോ ബി റിജക്ടിങ് ദ കോൺഗ്രൻസ് ഓഫ് വൺ ഓഫ് ദ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയേഴ്സ് ഇന്റിമേറ്റ്സ്. അതായത് ബിൽ വിൽസ് ജോൺ ഡി റോക്ക്ഫെല്ലറിന്റെ ജൂനിയറുമായിട്ടുള്ള അവരുടെ വർക്ക് അവിടെയുള്ള മറ്റ് അംഗങ്ങളുമായി ഒരു പക്ഷെ ബന്ധപ്പെടുന്നത് അദ്ദേഹം ഒരു പക്ഷെ എതിർത്തേക്കാമെന്ന് ബിൽ ഡബ്ല്യുവിന് തോന്നി. ഫ്രാങ്ക് ആമോസ് ലെറ്റർ ടു ആൽബർട്ട് സ്കോട്ട്. അതായത് ഫ്രാങ്ക് ആമോസിന്റെ ലെറ്റർ ആണ് ആൽബർട്ട് സ്കോട്ടിന്. ദ റോക്ക്ഫെല്ലർ മെൻ വെയർ ഇൻ ഫാക്ട് ഇൻ ഫുൾ സപ്പോർട്ട് ഓഫ് ഓൾ ദിസ് എഫേർട്ട്. അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ അംഗമാണ് ആൽബർട്ട് സ്കോട്ട് എന്ന് പറയുന്ന ആള്. നമ്മൾ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ അത്താഴ വിരുന്നിനെ പറ്റി പറഞ്ഞപ്പോൾ ആൽബർട്ട് സ്കോട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത്താഴ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ റോക്ക്ഫെല്ലർ മെൻ വെയർ ഇൻ ഫാക്ട് ഇൻ ഫുൾ സപ്പോർട്ട് ഓഫ് ഓൾ ദിസ് എഫേർട്ട്. അപ്പൊ നമ്മളുടെ ഈ എഫേർട്ടിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ആൽബർട്ട് സ്കോട്ട്. Amos, the member of the group who was most involved with the AS Day ടുഡേ ആക്ടിവിറ്റീസ് ഇൻ ന്യൂയോർക്ക് സിറ്റി അറ്റ് ദിസ് ടൈം. അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ ദിവസം തോറുമുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന ഒരാളാണ് ആമോസ് എങ്കിലും ഹാഡ് ഓൾറെഡി റിസീവ്ഡ് എ കോപ്പി ഓഫ് ദ 2 chapters ആൻഡ് ദ ഔട്ട്ലൈൻ ആൻഡ് ഹി വാസ് ഡിലൈറ്റഡ് ടു സീ ദാറ്റ് ദ ബുക്ക് പ്രൊജക്ട് ഹാഡ് ഫൈനലി ബീൻ ലോഞ്ച്ഡ്. 2 കോപ്പികൾ, 2 അധ്യായങ്ങളുടെ കോപ്പികൾ അദ്ദേഹത്തിന് കൊടുക്കുകയും അതിന്റെ ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കുകയും ചെയ്തു. ഹി വാസ് ഓൾസോ ഇംപ്രസ്ഡ് വിത്ത് ദ റൈറ്റിംഗ് ബിൽ ഹാഡ് ഡൺ സോ ഫാർ ആൻഡ് ഫെൽറ്റ് it provided convincing evidence for the credibility of the growing fellowship and for this solution to alcoholism. മദ്യാസക്തിയുടെ പരിഹാരത്തിനും നമ്മളുടെ വളരുന്ന ഈ പറയുന്ന ഫെലോഷിപ്പിനും വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ടാണ് ബിൽ ഡബ്ല്യു അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇംപ്രസ്ഡ് ആയി.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നു. ഓൺ ദ സെയിം ഡേ വിൽസൺ വാസ് റൈറ്റിംഗ് ഹിസ് സെക്കൻഡ് ലെറ്റർ ടു മഗ്വയർ. അദ്ദേഹം രണ്ടാമത്തെ കത്ത് മാഗ്വയറിന് എഴുതുവാണ്. ബിൽ ഡബ്ല്യു ആമോസ് സെൻഡ് എ ലെറ്റർ ടു ദി ലീഡർ ഓഫ് ദ December 13, 1937 Rockefeller meeting, Albert Scott, who had just returned from an extended medical leave in Florida, giving him a summary of the progress the self-styled alcoholic Scott had made during Scott's 4 months absence and included copies of the outline under the first 2 chapters of the book. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഇതിനകത്ത് പങ്കെടുത്തില്ലായിരുന്നു അയാള്. അദ്ദേഹം ഒരു ടൂറിന് പോയേക്കാണ്. ഞാൻ സോറി, അത് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അദ്ദേഹം ഒരു 4 മാസത്തെ മെഡിക്കൽ ലീവിലായിരുന്നു, ഫ്ലോറിഡയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മീറ്റിംഗിൽ പങ്കെടുത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് നമ്മളുടെ ഈ സെൽഫ് സ്റ്റൈൽഡ് ആൽക്കഹോളിക് സ്ക്വാഡ്, അതായത് സ്വയം രൂപീകരിക്കപ്പെട്ട ആൽക്കഹോളിക് സ്ക്വാഡിന്റെ പ്രവർത്തനത്തെ പറ്റിയും അതിന്റെ ഔട്ട്ലൈനെ പറ്റിയൊക്കെ ഈ 2 ചാപ്റ്ററിന്റെ ഔട്ട്ലൈനും ഒക്കെ വെച്ചുകൊണ്ട് ആൽബർട്ട് സ്കോട്ടിന് കത്തെഴുതുന്നുണ്ട്. ജൂൺ 24, 1938 ആ കത്ത് എഴുതുന്നത്. മിസ്റ്റർ ആൽബർട്ട് എൽ സ്കോട്ട്, ലോക്ക്വുഡ് ഗ്രീൻ എഞ്ചിനീയറിംഗ് ഏജൻസി, റോക്ക്ഫെല്ലർ പ്ലാസ, ന്യൂയോർക്ക് സിറ്റി. ഡിയർ മിസ്റ്റർ സ്കോട്ട്, since your return, I have wanted an opportunity to tell you in detail the developments and activities of the self-styled alcoholic squad both here and at Akron. ന്യൂയോർക്കിലെയും ആക്രോണിലെയുമുള്ള സ്വയം രൂപീകൃതമായ ആൽക്കഹോളിക് സ്ക്വാഡിന്റെ വിശദീകരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. The work has been going on splendidly and everyday evidence, അതായത് ദിവസം തോറുമുള്ള തെളിവുകളാൽ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. Are piling up which strengthened by convictions that these fellows not only are on the level but have developed a Christian technique which it earnestly followed out is and can be effective in a majority of cases of this character. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ക്രിസ്തീയ മാർഗത്തിലൂടെ ആളുകളെ മോചിതരാക്കുന്ന ഒരു കാര്യമാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. There are 2 things that this man are particularly anxious about. 2 കാര്യങ്ങളാണ് ഇവർക്ക് ഉത്കണ്ഠയുള്ളത്. One is that along carefully worked out logical lines, their influence can gradually be spread to other parts of the country. അതായത് ഈ പറയുന്ന എഴുതിയിരിക്കുന്ന ചാപ്റ്റർ മറ്റുള്ള രാജ്യങ്ങളിലൂടെയും എങ്ങനെ സ്പ്രെഡ് ചെയ്യാം. The second is that they can gradually become self-supporting. അതായത് സ്വയം ബന്ധനോടുകൂടി എങ്ങനെ so far this particular work is concerned. അപ്പൊ ഈ 2 കാര്യങ്ങൾ എങ്ങനെ ബുക്കിന്റെ പ്രചരണത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള 2 കാര്യങ്ങളാണ് അവർ ഉത്കണ്ഠാകുലരാക്കുന്നത്. I have been in constant consultation with the leaders here and just recently paid a brief visit to Akron, spending my entire time with Dr. and Mrs. Smith and Paul Stanley. Smith and Stanley were 2 of the group who we met in our original meeting. അതായത് അദ്ദേഹം ആമോസ് വിസിറ്റിംഗ് നടന്നുണ്ട് കൺസൾട്ടേഷന് വേണ്ടി. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആൽക്കഹോളിക് സ്ക്വാഡിന്റെ തലവന്മാരുമായി ഞാൻ അവരെ സന്ദർശിക്കുകയും ന്യൂയോർക്കിലും സന്ദർശിച്ചു. അതുകൂടാതെ ഞാൻ ഒരു ചെറിയ വിസിറ്റിംഗ് അക്രോണിൽ നടത്തി. അവിടെ ഡോക്ടറിന്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ ബോബ് സ്മിത്തും ആൻ സ്മിത്തുമായിട്ട് ഞാൻ സംസാരിക്കുകയും പോൾ സ്റ്റാൻലി എന്ന് പറയുന്ന മറ്റൊരു മെമ്പറെ കാണുകയും ചെയ്തു. അപ്പൊ ഇവർ 2 പേരും 2 ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഒറിജിനൽ മീറ്റിംഗിന് ശേഷം ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ആഫ്റ്റർ സെക്യൂറിംഗ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് എക്സ്പെർട്ട് അഡ്വൈസ് ഫ്രം വേരിയസ് ക്വാർട്ടേഴ്സ് ഇൻക്ലൂഡിംഗ് 2 റൈറ്റേഴ്സ് ഓഫ് നാഷണൽ റെപ്യൂട്ടേഷൻ, ദേ ഹാവ് ഡിസൈഡ് ടു ബ്രിങ് ഔട്ട് എ ബുക്ക്. അതുകൊണ്ട് ഇത്തരം ഇവരുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും മറ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഉള്ള ഉപദേശപ്രകാരവും നാഷണൽ റെപ്യൂട്ടേഷൻ, അതായത് ഈ അമേരിക്കയിലെ തന്നെ ദേശീയമായിട്ട് അറിയപ്പെടുന്ന 2 എഴുത്തുകാരുടെയും ശുപാർശ പ്രകാരവും അവരൊരു ബുക്ക് എഴുതാൻ തീരുമാനിക്കുകയാണ്. They hope that the revenue from the sale of this book will be of material finance assistance. അതായത് അവരുടെ ഈ ബുക്കിന്റെ വിൽപ്പനയ്ക്കായിട്ട് അവർക്കൊരു മെറ്റീരിയൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. Their desire is to have this a cross section of experience from a large number of the group, selecting only those who have been in this work long enough to convince the leaders that they are permanently cured and therefore good practical example. അതായത് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു ലാർജ് നമ്പർ ഓഫ് ദ ഗ്രൂപ്പ് ആളുകൾ
സെലക്ടിങ് ഓൺലി ദോസ് ഹു ഹാവ് ബീൻ ഇൻ ദിസ് വർക്ക്. അതായത് ഇത്തരം ജോലിയോട് താല്പര്യമുള്ള ആളുകൾ ലോങ് എനഫ് ടു കൺവിൻസ് ദ ലീഡേഴ്സ്, അതായത് ഇവര് തലവന്മാരാണ്, നമ്മുടെ സ്ക്വാഡിന്റെ തലവന്മാരായിട്ടുള്ള ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബു ഉൾപ്പെടെയുള്ള ആളുകൾ, ദാറ്റ് ദേ ആർ പെർമനന്റ്ലി ക്യൂർഡ് ആൻഡ് ദെയർ ഫോർ ഗുഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അതായത് സ്ഥിരമായിട്ട് കുടി നിർത്തിയിരിക്കുന്ന, നമ്മുടെ ഈ പ്രോഗ്രാം മൂലം കുടി നിർത്തിയിരിക്കുന്ന തലവന്മാരായിട്ടുള്ള ആളുകളുടെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഗുഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ, അതായത് അവരുടെ ഏറ്റവും നല്ല പ്രയോജനപ്രദമായിട്ടുള്ള ഉദാഹരണത്തിലൂടെയാണ് ഈ ബുക്കിന്റെ മെറ്റീരിയൽ തയ്യാറാക്കേണ്ടത്. ദ ഐഡിയ ഈസ് ഫോർ ദ ബുക്ക് നോട്ട് ടു ബിയർ ദ നെയിം ഓഫ് എനി ഓതർ ബട്ട് ടു ബി ലീഡ് ടു ബൈ ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് ഈ പറയുന്ന ബുക്കിന്റെ ഗ്രന്ഥകർത്താവായിട്ട് ആരുടെയും പേര് വെക്കുന്നില്ല. അതിന്റെ പേര് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് ഇപ്പൊ തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ദ ഫിഗർ ദാറ്റ് ഇറ്റ് മേ ടേക്ക് എൻ ഇയർ ടു കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് ദേ ഹാവ് ഓഫേഴ്സ് ടു ഹാവ് ഇറ്റ് കെയർഫുള്ളി എഡിറ്റഡ് ബൈ 2 writers of national reputation, one of whom is Floyd Parsons, providing this proves desirable. അതായത് ഈ ബുക്ക് എഴുതുമ്പോൾ 2 എഡിറ്റേഴ്സ് ഉണ്ട്. അതും അമേരിക്കയിലെ ഏറ്റവും നല്ല എഡിറ്റേഴ്സ് ആയിട്ടുള്ള 2 എഴുത്തുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ്. ഒന്ന് ഫ്ലോയിഡ് പാഴ്സൺ ആണ്, അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഹോപ്ഡ് ദാറ്റ് എൻഡോഴ്സ്മെന്റ് ഓഫ് ദ ബുക്ക് എൻഡ് ഓഫ് ദിസ് വർക്ക് can be incorporated in it over the name of at least one outstanding physician of national reputation and at least one person who is likewise well known, thus adding great strength and authenticity of that book contains. അതായത് ഈ ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു പ്രശസ്തനായ ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ അമേരിക്കയിലെ ദേശീയ പ്രസിദ്ധി നേടിയ ഒരു ഡോക്ടർ സെൽക്കോർത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കൂടുതൽ ശക്തിയും ഒരു അംഗീകാരവും ബുക്കിന് നേടിത്തരും. ആ കത്ത് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഐ ആം സെൻഡിങ് യു എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഡിക്റ്റേഷൻ. അപ്പൊ ആദ്യത്തെ ഈ 2 ബുക്കിന്റെ ഒരു കിട്ടിയ 2 ഇത് കോപ്പി കൂടി ഞാൻ നിങ്ങൾക്ക് അയക്കുകയാണ്. ദ ഫസ്റ്റ് പേജ് ഈസ് നോട്ട് ടു ബി പാർട്ട് ഓഫ് ദ ബുക്ക്. ആദ്യത്തെ പേജ് പാർട്ട് ഓഫ് ദ ബുക്കിന്റെ അല്ല, ബട്ട് ഈസ് ഔട്ട്ലൈനിങ് ദ പർപ്പസ് ഓഫ് ഇറ്റ്. പക്ഷെ ഇതിന്റെ എന്താണ് ഇതിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് അതിനകത്ത് ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്. ദ റെസ്റ്റ് ഈസ് എ റഫ് ബിഗിനിങ് ഓഫ് ചാപ്റ്റർ 1 ആൻഡ് ഓൺ ദ ഫസ്റ്റ് സ്റ്റോറി ഓഫ് ആൻ എക്സ് ആൽക്കഹോളിക്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ചാപ്റ്റർ 1 ആണ്, ആദ്യത്തെ അധ്യായം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുൻകാല കുടിയന്റെ ഒരു കഥയും വെച്ചിട്ടുണ്ട്. ഇഫ് യു ക്യാൻ സ്പെയർ ദ ടൈം ആൻഡ് സ്ട്രെങ്ത് ഐ വിഷ് യു വുഡ് റീഡ് ദിസ്. അതുകൊണ്ട് ഇഫ് പോസിബിൾ, അതായത് ആൽബർട്ട് സ്കോട്ടോട് പറയാണ്, ആമോസ് പറയാണ്, താങ്കൾക്ക് വായിക്കാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തീർച്ചയായും വായിക്കണം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് ഓഫ് ഇറ്റ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് മറുപടി അയക്കണം. ഇൻഫാക്ട് if you can spare the time, I should like to come over and discuss the matter with you for a half hour or so. ഒരു അരമണിക്കൂറോ അതിൽ കൂടുതലോ നമ്മൾക്ക് 2 പേർക്കും ഒന്നിച്ചിരുന്നു കൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം മോർ ദാൻ എവർ ഇംപ്രസ്ഡ് ദാറ്റ് വിത്ത് ദ സിൻസിയറിറ്റി ആൻഡ് ദ പ്രാക്ടിക്കൽ എബിലിറ്റി ഓഫ് ദ ജെന്റിൽമാൻ ആൻഡ് ബിലീവ് ഇറ്റ് വിൽ വർത്ത് അവർ വൈൽ ടു ബാക്ക് ഇറ്റ് അപ്പ് ഇൻ എ വെരി പോസിബിൾ മാനർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കഴിവുകളിലും പ്രാക്ടിക്കൽ എബിലിറ്റിയിലും വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് താങ്കൾ. സാധ്യമായ എല്ലാ രീതിയിലും ഇതിന് ഒരു തിരിച്ചു മറുപടി തരണമെന്ന് അപേക്ഷിക്കണം. മിസ്സസ് ആമോസ് ജോയിൻ മീ ഇൻ വാമസ്റ്റ് റിഗാർഡ്സ് ടു മിസ്സസ് സ്കോട്ട്സ് ആൻഡ് യുവർസെൽഫ്. സിൻസിയർലി യുവേഴ്സ് ഫ്രാങ്ക് ആമോസ്. ഇതാണ് ആമോസ് ആൽബർട്ട് സ്കോട്ടിന് എഴുതിയ കത്ത്. ഇറ്റ് ഈസ് ഹാർഡ് ടു മിസ് ഹൗ ആമോസ് enthusiasm ഫോർ ദ വർക്ക് ഓഫ് ദ സെൽഫ് സ്റ്റൈൽഡ് ആൽക്കഹോളിക് സ്ക്വാഡ്. അപ്പം ഇങ്ങനെയാണ് ആമോസ് self-styled alcoholic squad has grown in since Scott left the Florida in late February. അപ്പൊ ഫെബ്രുവരി മാസം ഫ്ലോറിഡയിലേക്ക് പോയ സ്കോട്ടിന് എഴുതിയത്. ഇൻ ഫ്രാങ്ക്സ് ഒപ്പീനിയൻ, ഫ്രാങ്കിന്റെ അഭിപ്രായത്തിൽ, ദിസ് മെൻ അപ്പിയർ ടു ഹാവ് ഫൗണ്ട് എ ക്യൂർ ഫോർ ആൽക്കഹോളിസം ആൻഡ് ദെയർ എഫർട്ട് ആർ ദെയർഫോർ വെൽ വർത്ത്. അതായത് ഈ മനുഷ്യര് മദ്യാസക്തിക്ക് വേണ്ടിയിട്ടൊരു സുഖപ്പെടൽ പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നു. അവരുടെ എഫേർട്ട് വെൽ വർത്താണ്, അതായത് ധാരാളം വർത്തിയാണ്. എവരി പോസിബിൾ മാനർ, എല്ലാ മാനറിലും. ടു സപ്പോർട്ട് ഫ്രം മിസ്റ്റർ റോക്ക്ഫെല്ലർ ഫ്രണ്ട്സ്, എസ്പെഷ്യലി നൗ ദാറ്റ് ദേ ഹാഡ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ബിക്കമിങ് സെൽഫ് സപ്പോർട്ടിങ് റാദർ. അപ്പോൾ ഒരു സെൽഫ് സപ്പോർട്ടിങ് ആയിട്ടുള്ള സ്വയം പിന്തുണയോടെ പ്രവർത്തിക്കുന്നവർക്ക് മറ്റൊരു സഹായം ആവശ്യമുണ്ട് ദാൻ ഡിപ്പെൻഡിങ് ഓൺ ദ ലാർജ് ഔട്ട്സൈഡ് കോമ്പറ്റീഷൻ. അതായത്
പുറമേ നിന്നുള്ള സാമ്പത്തിക സഹായത്തിനേക്കാൾ ഉപരിയായി അവർക്കൊരു സഹായം ആവശ്യമുണ്ട്. They had previously sought and which Scott had been assured would ultimately be the ruin of all their work. അപ്പൊ സ്കോട്ടിൽ നിന്നൊരു മറുപടി കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഈ പറയുന്ന വർക്കുകൾക്ക് മൊത്തം നശിക്കും, അല്ലെങ്കിൽ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തെ സഹായിക്കുകയില്ല. ആൽബർട്ട് സ്കോട്ട്സ് റിയാക്ഷൻ ടു ദിസ് വാസ് പോസിറ്റീവ്. എന്നിരുന്നാൽ തന്നെ ആൽബർട്ട് സ്കോട്ടിന്റെ ഇതിനോടുള്ള പ്രതികരണം വളരെ പോസിറ്റീവ് ആയിരുന്നു. ആൻഡ് ഹി റോട്ട് എ സ്ട്രോങ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഫോർ ബിൽ വിൽസൺ. അപ്പോൾ ബിൽ വിൽസനെ സഹായിക്കുന്നതിലേക്കായി അദ്ദേഹം ശക്തമായ ഒരു കത്ത് എഴുതി. ടു യൂസ് ആൻ ഇൻട്രഡക്ഷൻ ഓഫ് ദ ലിസ്റ്റ് ഓഫ് മില്ലിനറീസ് ദേ ഹാഡ് ഓൾറെഡി ബീൻ ഗിവൺ. അതായത് മില്ലിനേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ധനികരായിട്ടുള്ള ആളുകൾക്ക് കത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സ്ട്രോങ് ലെറ്റർ ആണ് ആൽബർട്ട് എഴുതിയത്. സ്കോട്ട്സ് ലെറ്റർ ആൻഡ് സെവറൽ അതർ ടെസ്റ്റിമോണിയൽസ് വേർ ദെൻ ആഡഡ് ടു ദി ബ്രോഷർ ദാറ്റ് ഹാങ് പ്രിപ്പയർഡ് ആസ് എ പ്രൈമറി ഡിവൈസ് ഫോർ ഗെറ്റിംഗ് അപ്പോയിന്റ്മെന്റ്സ് വിത്ത് പൊട്ടൻഷ്യൽ ഡോണേഴ്സ്. അതായത് ധനികരായ മനുഷ്യർക്ക് അയച്ച ഒരു പാക്കേജ് ഉണ്ട്, ഇത് പ്രസിദ്ധീകരണ പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ ഇത്തരം സാക്ഷ്യങ്ങൾ, സ്കോട്ടിന്റെ ലെറ്റർ ഉൾപ്പെടെയുള്ള അനേകം ലെറ്ററുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്രോഷറാണ് അവർ തയ്യാറാക്കിയത്. അത് അതിനകത്ത് ആൽബർട്ട് സ്കോട്ടിന്റെ ലെറ്ററും വെച്ചു. ഗോയിങ് ഫോർവേഡ്, മുന്നോട്ട് പോകുമ്പോൾ, ആമോസ് വുഡ് ഫ്രീക്വന്റ്ലി കൺസൾട്ട് വിത്ത് ബിൽ വിൽസൺ, ഹാംപി ആൻഡ് ദേ ഇൻ ടേൺ വുഡ് കം ടു റിലേ on him as the primary candidate for passing along confirmation about this progress to the other members of the Rockefeller Circle. അതായത് മറ്റുള്ള റോക്ക്ഫെല്ലർ സർക്കിളിനേക്കാളുടെ അംഗങ്ങളെക്കാൾ കൂടുതലായി ഫ്രാങ്ക് ആമോസിനോട് ഇവർ കൂടുതൽ ചേർന്ന് നിൽക്കുകയും ഇതിന്റെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി അടുത്ത ഭാഗം എ സ്ലിപ്പ് അവേർട്ടഡ്, അതായത് ഒരു സ്ലിപ്പ് ഒഴിവാക്കി പോകുന്നു എന്നുള്ള ഹെഡിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. It had been a busy couple of weeks and the stress of it all had taken a toll on the Wilson household. അതായത് ഇത് തീർച്ചയായും ഒരു വലിയ തിരക്കുള്ള ആഴ്ചയായിരുന്നു. അവരുടെ ആശങ്കകളും ഒരു മല പോലെ അവരുടെ വീട്ടിൽ കുമിഞ്ഞുകൂടി, ബിൽ വിൽസന്റെ വീട്ടിൽ. ലൂയിസ് ആക്ച്വലി മിസ്ഡ് ദ ഫൈനലൈസേഷൻ ഓഫ് ദ ഔട്ട്ലൈൻ ആൻഡ് ദ late June letters to Margaret Smith and Amos because she left Brooklyn on Wednesday. അപ്പോ ബ്രുക്ലിനിൽ നിന്ന്, അവന്റെ വീട്ടിൽ നിന്ന് ലൂയിസ് ബുധനാഴ്ച പോയത് കൊണ്ട് പിന്നീട് ഉണ്ടായ ഈ പറയുന്ന കാര്യങ്ങൾ, ഫൈനലൈസേഷൻ ഓഫ് ദ ഔട്ട്ലൈൻ ആൻഡ് ദ ലേറ്റ് ജൂൺ ലെറ്റേഴ്സ് ടു മാഗ്വയർ സ്മിത്ത് ആൻഡ് ആമോസ്. അത് ആമോസിനും മാഗ്വയറിനും ഡോക്ടർ ബോബ് സ്മിത്തിനും എഴുതിയ കത്തിനെ കുറിച്ച് അവൾക്ക് അറിവില്ലായിരുന്നു. ജൂൺ 22 ടു വിസിറ്റ് ഹെർ സിസ്റ്റർ ബാർബറ. അതായത് അത് അവൾ പോയത് അങ്ങോട്ടാണ്, ബാർബറ എന്ന് പറയുന്ന അവളുടെ സിസ്റ്ററെ കാണാനാണ്. റിട്ടേണിംഗ് ഹോം 3 days later, 3 ദിവസത്തിന് ശേഷം അവൾ തിരിച്ചു വരുമ്പോൾ ഷീ ആൻഡ് ബിൽ വെന്റ് ഓവർ ടു ന്യൂ ജേഴ്സി. അവർ രണ്ടുപേരും കൂടി ന്യൂ ജേഴ്സി പോയി ടു സ്പെൻഡ് സാറ്റർഡേ നൈറ്റ്. അന്ന് ശനിയാഴ്ച രാത്രി അവിടെ സ്പെൻഡ് ചെയ്തു വിത്ത് ദ ഹാങ്പി ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ ഫോർ സൺഡേ ഡിന്നർ. അപ്പൊ ഹാങ്പിയുടെ വീട്ടില് അവർ സ്റ്റേ ചെയ്തു, പിന്നെ അവര് ഞായറാഴ്ച അത്താഴ വിരുന്ന് വരെ അവിടെ ഇരുന്നു. There is no way of knowing exactly what happened between Bill and Louis during the 48 hours following her return. പിന്നീടുണ്ടായ 48 മണിക്കൂർ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയില്ല. ബട്ട് ദ നെക്സ്റ്റ് ഡേ there was a huge blow up in the house in Brooklyn. പക്ഷെ അടുത്ത ദിവസം അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. which was not an altogether unusual occurrence in the Wilson's marriage. അതൊരിക്കലും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒന്നായിരുന്നില്ല. ലൂയിസ് ഡ്രാമാറ്റിക്കലി ഡിസ്ക്രൈബ് ദിസ് ആർഗ്യുമെന്റ് സെയിങ്, അതായത് ലൂയിസിന്റെ ഡയറിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ ഗോട്ട് മാഡ് അറ്റ് ബിൽ, ഞാൻ ബില്ലിനോട് ഭ്രാന്തമായി പെരുമാറി. ആൻഡ് ഹി ഡാഷ്ഡ് ഔട്ട് ടു ടേക്ക് എ ഡ്രിങ്ക്, അദ്ദേഹം കുടിക്കാനായി മുന്നോട്ട് പോയി. ബട്ട് വെൻ ടു പാർക്കേഴ്സ് ഇൻസ്റ്റഡ്, അതായത് ഹാങ്പിയുടെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത്. Her diary provides a bit of additional color, nothing that after she got mad at Bill. അപ്പോ അവളുടെ ഡയറിയിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നത് ഗോട്ട് മാഡ് അറ്റ് ബിൽ, അതായത് ഞാൻ ബില്ലിനോട് ഭ്രാന്തമായി പെരുമാറി എന്ന് തന്നെയാണ്. ഹി വെന്റ് ഓവർ ടു ജേഴ്സി ഫോർ ലഞ്ച്, ഹാങ്പിയുടെ കൂടെ ന്യൂ ജേഴ്സിയിലേക്ക് പോയി ലഞ്ചിനായിട്ട് പോയി. ആൻഡ് ദാറ്റ് ദ ഫൈറ്റ് ഹാഡ് ബീൻ സോ ബാഡ് ദാറ്റ് ഹി കെയിം ക്ലോസ് ടു ടേക്കിംഗ് എ ഡ്രിങ്ക്. ആ വഴക്ക് ബിൽ ഡബ്ല്യുവിനെ ഒരു കുടിയുടെ അടുത്തേക്ക് വരെ എത്തിച്ചു. അറ്റ് ദിസ് പോയിന്റ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഐഡിയ ഓഫ് ബിൽ വിൽസൺ റണ്ണിങ് ഔട്ട് ടു ബാർ, അതായത്
ബാറിലേക്ക് ഓടിപ്പോകാതെ ആൻഡ് ഗെറ്റിംഗ് ഡ്രങ്ക് ആഫ്റ്റർ 3.5 year, അതായത് 3.5 വർഷത്തിന് ശേഷം വീണ്ടും കുടിയിലേക്ക് നീങ്ങാതെ ഓഫ് കണ്ടിന്യൂസ്, അതായത് 3.5 വർഷത്തെ തുടർച്ചയായിട്ടുള്ള സുബോധാവസ്ഥയ്ക്ക് ശേഷം കുടിയിലേക്ക് നീങ്ങാതെ ഈസ് എ പ്രൊഫൗണ്ട്ലി ഡിസ്റ്റർബിംഗ് തോട്ട് ആൻഡ്, അതായത് അദ്ദേഹത്തിന് വളരെയധികം അലട്ടിയിരുന്ന ചിന്തകള്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഇമാജിൻ ഹൗ ആൽക്കഹോളിക്സ് അനോണിമസ് വുഡ് ഹാവ് എവർ സർവൈവ്ഡ് വെച്ച് ക്രഷിംഗ് ബ്ലോ, അതായത് പൊട്ടിത്തെറിച്ചു പോകാമായിരുന്ന, നശിച്ചു പോകാമായിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ബുക്കിന്റെ ഒക്കെ ബുക്കൊന്നും പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് വിൽസൺ സർവൈവ് ചെയ്തത്? ബട്ട് ഹൗവർ തേഴ്സ്റ്റി ബിൽ, അതായത് ദാഹാർത്തനായ ബില്ല് മേ ഹാവ് ബീൻ ദാറ്റ് മോർണിംഗ്, രാവിലെ മോർണിംഗ് മുതൽ എക്സിബിറ്റഡ് ഓഫ് സ്പിരിച്വൽ സാനിറ്റി ടു ആക്ട് ഓൺ ഹിസ് സെക്കൻഡ്, അപ്പം റാദർ ദാൻ ഹിസ് ഫസ്റ്റ്, അതായത് ഫസ്റ്റ് തോട്ട്, അതായത് ആദ്യത്തെ ചിന്ത കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് ഒരു ആത്മീയ വശം ഉണ്ടായിരുന്നത് കൊണ്ട്, സ്പിരിച്വൽ സാനിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടാമത്തെ ചിന്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഹി ടേൺ ടു ഹിസ് ഫ്രണ്ട് ഹാങ് പി, അതായത് ഹാങ് പി എന്ന് പറയുന്ന തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഓടി. ഫോർ ഹെൽപ്പ് റാദർ ദാൻ പിക്കിംഗ് അപ്പ് ദ ഫസ്റ്റ്, അതായത് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടാണ് പോയത്. അദ്ദേഹം ആദ്യത്തെ കുടി എടുത്തില്ല. Wilson says that meetings of the Alcoholic Foundation were held, I think, every week at this time. That is during June, July, and August 1938. In her book, Louise Wilson admits to having a temper and relate several instances where he lost it. See, for instance, Louise. അതായത് ഇപ്പൊ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലൂയിസ് റിമെമ്പേഴ്സ് എന്ന് പറയുന്ന അവളുടെ ഡയറിയുടെ ഒരു പുസ്തകം, ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് ലൂയിസ് റിമെമ്പേഴ്സ് എന്നാണ്. അപ്പൊ ലൂയിസ് ഓർക്കുന്നു എന്നാണ്. അപ്പൊ ബില്ലിന്റെ ആത്മകഥയുടെ പേരാണ് ആസ്ബിൽ സീസ് ഇറ്റ്, ബില്ല് കാണുന്നത് അല്ലെങ്കിൽ ബില്ലിന്റെ കാഴ്ചപ്പാടെന്നാണ് പിന്നീട് നമ്മള് തിരുത്തി എഴുതിയത്. അപ്പൊ ലൂയിസ് റിമെമ്പേഴ്സ്, ആസ്ബിൽ സീസ് ഇറ്റ്. ഓക്കെ, ഇത് രണ്ടും ഭയങ്കര കോമിക്കായിട്ട് പറയാറുണ്ട്. അലോങ് വിത്ത് 2 ക്രിയേഷൻ. അപ്പൊ പേജ് നമ്പർ 17, 70, 127, 128 ഈ വിവരങ്ങൾ ഇവര് തമ്മിലുണ്ടായ തർക്കങ്ങളൊക്കെ അവർ വിവരിക്കുന്നുണ്ട്. അപ്പം ദ മോസ്റ്റ് ഫേമസ് ഓഫ് ദിസ് വാസ് ദ ഷൂ ഇൻസിഡന്റ് ഓഫ് 1936 early 1937. അപ്പൊ മറ്റൊരു ഷൂ എറിഞ്ഞ കഥയും അവൾ വിവരിക്കുന്നുണ്ട്. വൺ സൺഡേ, ഒരു ഞായറാഴ്ച, ബിൽ കാഷ്വലി സെഡ് ടു മീ, ബില്ല് സാധാരണ മട്ടി പറഞ്ഞു, വി വിൽ ഹാവ് ടു ഹറി ഓർ വി വിൽ ബി ലേറ്റ് ഫോർ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്, അതായത് നമ്മൾ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ നമ്മൾ ഓക്സ്ഫോർഡ് മീറ്റിംഗിൽ ലേറ്റ് ആവും. ഐ ഹാഡ് എ ഷൂ ഇൻ മൈ ഹാൻഡ്, ഞാൻ എൻ്റെ അതായത് ലൂയിസിന്റെ കയ്യിൽ ഷൂ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് ബിഫോർ ഐ ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഐ ഹാഡ് ത്രോൺ അറ്റ് ഹിം ആൻഡ് സെഡ് ഡാം യുവർ ഓൾഡ് മീറ്റിംഗ്. ഞാൻ അയാളുടെ നേരെ ഇറങ്ങിയതിനു ശേഷം, ബിൽ ഡബ്ല്യുവിന്റെ നേരെ ഇറങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു പഴയ ഓൾഡ് മീറ്റിംഗ്സ്, നിങ്ങളുടെ ഒരു പഴയ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അത് പേജ് നമ്പർ 98 അവൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇൻ അഡീഷൻ, ഇൻ ദ നെക്സ്റ്റ് 2 ലാസ്റ്റ് പാരഗ്രാഫ് ഇൻ ഹർ ബുക്ക് ഷീ റിവൈസസ് ദ ടോപ്പിക് ഓഫ് ഹർ ടെമ്പർ ആൻഡ് ഫൈറ്റ്സ്, അതായത് അവളുടെ ദേഷ്യം വരുന്ന ഈ അവസ്ഥയെ, അവളുടെ ഈ ബിൽ ഡബ്ല്യുമായിട്ടുള്ള മത്സരത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഐ റിഗ്രറ്റ്, എനിക്ക് കുറ്റബോധമുണ്ട്. ദാറ്റ് ഐ ഒക്കേഷണലി ലോസ്റ്റ് മൈ ടെമ്പർ വിത്ത് ബിൽ, പലപ്പോഴും എനിക്ക് ബില്ലുമായിട്ടുള്ള ടെമ്പർ നഷ്ടപ്പെടുന്നു. ഐ സെഡ് ഏർലിയർ ദാറ്റ് ഐ ഹാഡ് ഇറ്റ് അണ്ടർ ബെറ്റർ കൺട്രോൾ മോസ്റ്റ് ഓഫ് ദ ടൈം, ഞാൻ ഏറ്റവും നല്ല നിയന്ത്രിതമായിട്ടുള്ള മാനസികാവസ്ഥയിലാണ്, പലപ്പോഴും എന്റെ ടെമ്പർ നഷ്ടപ്പെടാറുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ബിൽസ് അമിബിലിറ്റി അറ്റ് ടൈം ഹി ട്രൈഡ് മൈ പേഷ്യൻസ് വിത്ത് ഹിസ് inattention to details which I had to rectify. ബിൽ ഡബ്ല്യുവിന്റെ ഇത്തരം കഴിവില്ലായ്മ അല്ലെങ്കിൽ പേഷ്യൻസ്, ക്ഷമയോടുള്ള കഴിവില്ലായ്മയെ പറ്റിയൊക്കെ അതിനകത്ത് വിവരിക്കുന്നത്. ദ പ്രഷർ വുഡ് ബിൽഡപ്പ് അൻറ്റിൽ ഫൈനലി ഐ എക്സ്പ്ലോഡഡ്. പലപ്പോഴും ഈ പറയുന്ന ഈ പ്രഷർ പൊട്ടിത്തെറിക്കാറുണ്ട്. ബിൽ ഹേറ്റഡ് ദീസ് എപ്പിസോഡ്സ്, പലപ്പോഴും ബിൽ ഡബ്ല്യു വളരെയധികം വെറുപ്പുളക്കുന്നതാണ് ഈ കാര്യങ്ങൾ. ആൻഡ് വുഡ് ഡു ഓൾമോസ്റ്റ് എനിത്തിങ് ടു അവോയ്ഡ് ദം, പലപ്പോഴും അത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഐ ട്രൈഡ് ഹാർഡ് ടു കൺട്രോൾ മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ വളരെയധികം കഠിന പ്രയത്നം ചെയ്തു എന്ന് ലൂയിസ് റിമെമ്പേഴ്സിന്റെ പേജ് 169 വിവരിക്കുകയാണ്. അപ്പം വൺസ് അഗെയിൻ വൺ ഡ്രിങ്ക് ടേക്കിംഗ് ടു അനദർ proved to be the critical elements in preserving sobriety, അതായത് ഒരു കുടി അടുത്ത കുടിയിലേക്ക് തിരികൊളുത്തുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഈ പറയുന്ന വിമർശനാത്മകമായ എലമെന്റ് അദ്ദേഹത്തിന്റെ സുബോധാവസ്ഥ നിലനിർത്തി എന്നുള്ളതാണ്. It would be interesting to know the specifics of their conversation that afternoon in Montclair, New Jersey. അവര് തമ്മിലുണ്ടായ
സംഭാഷണത്തെ പറ്റി വിവരിക്കുന്നത് വളരെ രസകരമാണ്. വാസ് ബിൽ ഫോർ ഇൻസ്റ്റൻസ് ടേക്കിംഗ് അഡ്വൈസ് ഫ്രം ഹാങ് ഓൺ ഹൗ ടു സ്റ്റേ സോബർ. അതായത് ഹാങ്കിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ബിൽ എങ്ങനെയാണ് സുബോധാവസ്ഥ നിലനിർത്തിയത്? Or did Hank just commiserate with him on his marital troubles? അവന്റെ ഹാങ്കിനും ഓൾറെഡി വിവാഹത്തിലുണ്ടായ കുറെ ട്രബിളുണ്ട്. അവിടെ ഹാങ്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുക? Perhaps even more so, it would be fascinating to know whether Bill Wilson publicly acknowledged how close he had come to drinking when he moderated the regular Tuesday meeting the next night. ഇത് സംഭവിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ച മീറ്റിങ്ങിന് പോകാനുള്ളതാണ്. അതിനു മുമ്പ് എങ്ങനെ ബിൽ ഡബ്ല്യു ഒരു മദ്യത്തിലേക്ക് ആദ്യത്തെ കുടിയിലേക്ക് അടുത്തു എന്നുള്ളത് നമുക്ക് ഫാസിനേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഭാവനാതീതമാണ്. ഹൗ ദർ ഫൗണ്ടർ ദ മോസ്റ്റ് സോബർ മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്, അതായത് അവരുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള മെമ്പർ ഹാഡ് സക്സസ്ഫുള്ളി നാവിഗേറ്റ് ഹിസ് വേ ത്രൂ സച്ച് എ സ്ട്രോങ് ടെംപ്ടേഷൻ. അതായത് എങ്ങനെയാണ് അത്രയും അതികഠിനമായ പ്രലോഭനത്തിൽ നിന്ന് ഒഴിവായി നിന്നത്? വുഡ് ഹാവ് ഷുവർലി മേഡ് ഫോർ ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓഫ് ഡിസ്കസിംഗ് അറ്റ് ദ മീറ്റിംഗ്. തീർച്ചയായും പിന്നെ ചൊവ്വാഴ്ച അദ്ദേഹം അത് മീറ്റിംഗിൽ വിവരിച്ചിട്ടുണ്ടാകും. ബട്ട് ബിൽ ഡിഡ്ന്റ് ഡ്രിങ്ക്. ബില്ല് കുടിച്ചില്ല. വെൻ ഹി വോക്ക് അപ്പ് ഓൺ ദ മോർണിംഗ് ഓഫ് ട്യൂസ്ഡേ June 28, ഹി വാസ് സ്റ്റിൽ എ മാൻ ഹു കുഡ് വിത്ത് എ ക്ലിയർ കോൺഷ്യസ്. അതായത് ശുദ്ധമായ മനസ്സുള്ള അല്ലെങ്കിൽ തുറന്ന ശാന്തമായ മനസ്സുള്ള ഒരാളായി അദ്ദേഹം ജൂൺ 28 ചൊവ്വാഴ്ച രാവിലെ എണീറ്റു. ഗോ ഫോർത്ത് ആൻഡ് പ്രീച്ച് ദ മെസ്സേജ് ഓഫ് റിക്കവറി. ഹി ബിലീവ്ഡ് ഇൻ ഫെർവെന്റ്ലി. അദ്ദേഹം പ്രീച്ച് സംസാരിക്കുകയും സന്ദേശം കൊടുക്കുകയും ചെയ്യാനായി അദ്ദേഹത്തിന്റെ വീണ്ടെടുക്കലിനെ കുറിച്ചുള്ള സന്ദേശം കൊടുക്കാനായി പുറപ്പെട്ടു. ഹി മസ്റ്റ് ഹാവ് ബീൻ ഗ്രേറ്റ്ലി റിലീവ്ഡ് ആൻഡ് പ്ലീസ്ഡ് ടു ബി സോബർ ദാറ്റ് ഡേ. തീർച്ചയായും അദ്ദേഹം സുബോധാവസ്ഥയിൽ നിലനിന്നതിൽ അദ്ദേഹം അങ്ങേയറ്റം സന്തോഷമുള്ളവനായിരിക്കും. ഫോർ ഹി ഹാഡ് പാസ്ഡ് എ ട്രമൻഡസ്ലി ചലഞ്ചിങ് ടെസ്റ്റ്. അതായത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം നേരിട്ടത്. ഹി ഓൾസോ മസ്റ്റ് ഹാവ് ബീൻ പ്രൗഡ് ഓഫ് ദ റിമാർക്കബിൾ എമൗണ്ട് ഓഫ് പ്രോഗ്രസ് മെയ്ഡ് ഇൻ ദ പ്രീവിയസ് 5 weeks. കഴിഞ്ഞ 5 ആഴ്ച താൻ നേടിയെടുത്ത പല വികസനത്തെക്കുറിച്ചും ബുക്കിന്റെ പ്രസിദ്ധീകരണ വികസനത്തെക്കുറിച്ചും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 2 proposed chapters, 2 ബുക്കിനെ പറ്റിയുള്ള 2 ചാപ്റ്റർ എഴുതി കഴിഞ്ഞു. ഹാഡ് ബീൻ റിട്ടൺ ആൻഡ് വെയർ ഓൾറെഡി ബീങ് സർക്കുലർ അമോങ് ദെയർ സപ്പോർട്ടേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡോണേഴ്സ്. അതായത് സംഭാവന നൽകാനുള്ളവർക്കും ഇതിനെപ്പറ്റി വിമർശിക്കാനായിട്ടും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വായിച്ച് അതിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് പലർക്കും കത്തുകൾ എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിന്റെ കോപ്പികൾ കൊടുത്തയച്ചു കഴിഞ്ഞു. There was even a detailed outline of what the entire book would be like once it was finished. അത് എങ്ങനെയാണ് ഈ ബുക്ക് എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഔട്ട്ലൈൻ എന്നുള്ള കാര്യം പോലും അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ the Ohio group had been formally notified that he had been begun the book project and copies of the first 2 chapters and outline had been sent to Dr. Bob's group for their consideration. ഇതേ സമയം തന്നെ ഒഹായോ ഗ്രൂപ്പിലും ഈ ബുക്കിന്റെ പ്രൊജക്ടിനെ പറ്റിയും ആ 2 ചാപ്റ്ററിനെ പറ്റിയും ഡോക്ടർ ബോബിന്റെയും ഗ്രൂപ്പിന്റെയും പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട്. Finally, members in both New York and Ohio had been explicitly asked to start writing their own personal stories recorded for English in the book. ഈ ബുക്കിൽ ഉൾപ്പെടുത്താനായി ന്യൂയോർക്കിലെയും ഒഹായോയിലെയും അംഗങ്ങളോട് തങ്ങളുടെ കഥ എഴുതാനും കൂടി ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ദ വോളിയം ദാറ്റ് വുഡ് ഡിസ്ക്രൈബ് ദർ ന്യൂ മെത്തേഡ് ഓഫ് റിക്കവറി. അതായത് പുതിയ ഈ പറയുന്ന വീണ്ടെടുക്കലിന്റെ മെത്തേഡ് ആൻഡ് സ്പ്രെഡ് ദാറ്റ് ന്യൂസ് അക്രോസ് ദ കൺട്രി വാസ് ഡിസൈഡ്ലി ആൻഡ് ഡിവേഴ്സിറ്റി അണ്ടർവേ. അതായത് രാജ്യം മുഴുവൻ ഈ വാർത്തകൾ നിറയാൻ പോവുകയാണ്. ഏകദേശം തീരുമാനമായി കഴിഞ്ഞു, അതിന്റെ തുടക്കത്തിലാണ്. ബട്ട് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക് ദേ എക്സ്പെക്ടഡ് വാസ് സ്റ്റിൽ എ ഇയർ അവേ. പക്ഷെ പിന്നീടും 1 വർഷം കഴിഞ്ഞാണ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. വാട്ട് നീഡഡ് ടു ബി ഡൺ റൈറ്റ് നൗ വാസ് ടു എക്സിക്യൂട്ട് ദ പ്ലാൻ ടു റൈസ് മണി ദാറ്റ് ബിൽ ഹാഡ് ഡിസ്ക്രൈബ്ഡ് ആൻഡ് ഹിസ് ലെറ്റർ ഡോക്ടർ ബോബ്. അതായത് പിന്നീട് 1 വർഷത്തിനുള്ളിലാണ് ബുക്ക് പ്രസിദ്ധീകരിച്ചതെങ്കിലും പണത്തെക്കുറിച്ചുള്ള പണസമ്പാദനത്തെക്കുറിച്ചുള്ള ബില്ലും ബോബുമായിട്ടുള്ള കത്തുകളും അഭിപ്രായങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. ബിൽ വിൽസൺ ഹാഡ് നെവർ ബീൻ മോർ കമ്മിറ്റഡ് ടു എ കോഴ്സ് ഓഫ് ആക്ഷൻ ദാൻ ഹി വാസ് ടു ദിസ് ഫണ്ട് റൈസിംഗ് എഫേർട്ട്. അപ്പോ അതായത് പറയുന്ന പണസമ്പാദനത്തിനായി, അതായത് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിനായിട്ടുള്ള പണസമ്പാദനത്തിനായി അദ്ദേഹം കൂടുതൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് വിത്ത് ദിസ് പ്രൊഫഷണൽ ലുക്കിംഗ് പ്രൊമോഷണൽ പാക്കേജ്, അതായത് ഒരു വളരെ വെൽ ലുക്ക്ഡ് ആയിട്ടാണ് ആ പ്രൊമോഷണൽ പാക്കേജ് അദ്ദേഹത്തിന് അയച്ചത്.
confident that this time he would be able to convince the wealthy donors, അതായത് ധനികരായ മനുഷ്യരെ വിശ്വസിപ്പിക്കുന്നതിനും make a large contribution that would carry them through the project 12 months of writing. അതായത് അടുത്ത 12 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കുടെ എഴുത്തുകൾക്ക് അതിനെ സഹായിക്കാനായിട്ട് ധനികരായ മനുഷ്യർ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രൊമോഷണൽ പാക്കേജ് അയച്ചത്. ആൻഡ് ഹി വാസ് ഈക്വലി പോസിറ്റീവ് ഹി വുഡ് ബി ഏബിൾ ടു മേക്ക് ദോസ് ഡൊണേഷൻ സ്റ്റാർട്ട് കമ്മിങ് ദെയർ വെരി സൂൺ. ഇത്തരം സംഭാവനകൾ അവരുടെ യാത്രയുടെ മധ്യേ അവരിലേക്ക് കടന്നു വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഇമാജിൻ ഹിസ് ഡിസ്പയർ ഇഫ് ഹി കുഡ് ഹാവ് ഗോൺ then that there would be no contributors whatsoever in the near future, and that it would be another 3 months before he would find his way back to writing more chapters for this all important new book. അതായത് പിന്നീടും അദ്ദേഹത്തിന് ഭാവിയിലും വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും അടുത്ത 3 മാസത്തിനുള്ളിൽ അദ്ദേഹം അടുത്ത ചാപ്റ്ററുകൾ എഴുതാനായിട്ട് പുറപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ഫുട് നോട്ട് ആയിട്ട് ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത്, ഓൾദോ ജിം ബോർവെൽ ഈസ് നോട്ട് the most reliable of witnesses, his comments on how these early Brooklyn meetings operated appear to be accurate. അതായത് ജിം ബോർവെൽ ഈ സമയത്ത് വളരെയധികം ഈ ബുക്കിന്റെ പ്രശ്നം ഒരു സാക്ഷ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മീറ്റിംഗിലെ ചില കാര്യങ്ങൾ ഇതിനെ സഹായിച്ചു. വി ഹെൽഡ് എ ട്യൂസ്ഡേ നൈറ്റ് മീറ്റിംഗ് അറ്റ് ബിൽസ് ഹൗസ്. അത് ബില്ലിന്റെ വീട്ടിലാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് ബ്രുക്ലിൻ മീറ്റിംഗ്. There were 7 or 8 men sitting around in a circle and Bill Wilson sat in the corner with a little 3-legged stool. അതായത് നമ്മള് 7-8 ആളുകള് ചുറ്റുമിരിക്കുകയാണ്. അപ്പൊ ബിൽ ഡബ്ല്യു അതിന്റെ കോർണർ ആയിട്ടില് 3 കാലുള്ള സ്റ്റൂളിൽ ഇരിക്കുകയാണ്. വൺ ഓഫ് ദിസ് ആന്റിക് സ്വിങ് സ്റ്റൂൾ, അതൊരു പഴയകാല സ്റ്റൂളാണ്. ആൻഡ് ഹി വുഡ് ഡു all the talking and he would do all the listening and answering the questions because he had all the book sense. അതായത് അദ്ദേഹം പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു, സംസാരം ഉണ്ടായി, അദ്ദേഹം കേട്ടു, മറുപടികൾ പറഞ്ഞു ചോദ്യങ്ങൾക്കായിട്ട്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ ബുക്ക് സെൻസ് ഉണ്ടായിരുന്നു. മാർക്കിംഗ് ആർച്ചീവിന്റെ നമ്പറാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കേട്ടു എന്നുള്ള ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഡീറ്റെയിലുകളൊക്കെ എവിടെയാണുള്ളത്? സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന നമ്മളുടെ ഈ ചരിത്രം സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഇത്തരം കത്തുകളുടെയും ഇത്തരം അഭിപ്രായങ്ങളുടെ എല്ലാം പ്രൂഫ് ഉണ്ട്. അത് നമ്മൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ കാണാം. അവരുടെ വെബ്സൈറ്റിലൊക്കെ ചിലതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേസിങ് ടെസ്റ്റിമോണിയൽസ് അതെന്താ ബുക്കിന്റെ ഭാഗമായിട്ട് പിന്നീട് ഉണ്ടായത് എന്താണ്? സാക്ഷ്യങ്ങൾ, അതായത് അവരവരുടെ ജീവിത അനുഭവങ്ങൾ എഴുതി കൊടുക്കാനായിട്ട് ഡബ്ല്യു ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്രോൺ ഗ്രൂപ്പുകാരോടും ഒഹായോയിലെ അംഗങ്ങളോടും അല്ലെങ്കിൽ അക്രോണിലെ അംഗങ്ങളോടും. അപ്പൊ അതിന്റെ അതായത് ചേസിങ് ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ ഇത്തരം സാക്ഷ്യങ്ങളെ തേടി പിടിക്കുക അല്ലെങ്കിൽ പുറകെ നടക്കുക. ബിഫോർ ആക്ച്വലി അപ്രോച്ചിങ് എനി മോർ ന്യൂ പ്രോസ്പെക്ട്സ് ഫോർ മണി, അതായത് വീണ്ടും പണത്തെ കുറിച്ചുള്ള അപ്രോച്ച് വിട്ടിട്ട് ബിൽ ഡിസൈഡ് ഹി വുഡ് ഫസ്റ്റ് സോളിസിറ്റ് സം ഫേവറബിൾ മെഡിക്കൽ ഒപ്പീനിയൻസ്, അതായത് വൈദ്യശാസ്ത്രപരമായ ചില അഭിപ്രായങ്ങൾ നേടണം. അബൌട്ട് ദ വർക്ക് they were doing and about 2 chapters already written. അതായത് 2 ചാപ്റ്റർ ഓൾറെഡി എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് ചില വൈദ്യശാസ്ത്രപരമായ അഭിപ്രായം സ്വീകരിക്കണമെന്ന് അദ്ദേഹം കരുതി. ദിസ് ടെസ്റ്റിമോണിയൽസ് could then be used to create a solid professional foundation of the appeals he would be making. A prospectus on the list of millionaires given by him by Willard Richardson. On July 1, he and Fitz Mayo left Brooklyn, taking the train down to Maryland for what would be the first leg of an even 11-day road trip in search of strong endorsement from some of the nation's most important doctors and psychiatrists. അതായത് 11 ദിവസത്തെ അവരുടെ റോഡ് യാത്ര നമ്മള് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, അതിന്റെ അത്താഴ വിരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ ആ യാത്രയില് അവർ ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ഒരു ഫിസിഷ്യൻസിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും കത്തുകൾ സ്വീകരിക്കുക എന്നുള്ള ഒരു ആശയം അവര് പരസ്പരം സംസാരിച്ചു. ടോക്കിംഗ് ദ ട്രെയിൻ ഡൗൺ ടു മേരിലാൻഡ് ഫോർ വാട്ട് വുഡ് ബി ഫസ്റ്റ് ലെഗ് ഓഫ് ദ 11-day റോഡ് ട്രിപ്പ്. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം ഉണ്ടായത്. ഫിറ്റ്സ് മയോ, ജോൺ ഹെൻറി ഫിറ്റ്സ് മയോ എന്നാണ് മുഴുവൻ പേര്. അറ്റ് ദിസ് ടൈം മോർ ദാൻ 2.5 years ഓവർ, ഈ സമയത്ത് 2.5 വർഷത്തെ സുബോധാവസ്ഥയുണ്ട്. വാസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാൻ, അദ്ദേഹമാണ് രണ്ടാമത്തെ മനുഷ്യൻ. ആഫ്റ്റർ ഹാങ് ഹെൽപ്പിംഗ് ബിൽ വിൽസൺ വിത്ത് ദ വർക്ക് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ്. അതായത് 2.5 വർഷത്തെ സുബോധമുള്ള മനുഷ്യനാണ് അദ്ദേഹം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഹാങ് പിക്ക് ശേഷം ബിൽ വിൽസനെ സഹായിച്ച ആളാണ്.
പ്രത്യേകിച്ച് ഈസ്റ്റ് കോസ്റ്റിലാണ് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി സഹായിച്ചത്. ആൻഡ് ഹിസ് നെയിം ഈസ് ഫ്രീക്വന്റ്ലി മെൻഷൻ ഇൻ ഫ്രാങ്ക് ആമോസ് കറസ്പോണ്ടൻസ് ആൻഡ് നോട്ട്സ് ഡ്യൂറിംഗ് ദിസ് ടൈം. ഇതേ സമയം ഫിറ്റ്സ്മയറുടെ പേര് ഫ്രാങ്ക് ആമോസ് പലതവണ ഇത്തരം അഭിപ്രായങ്ങൾക്ക് വേണ്ടി ലെറ്ററിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഫിറ്റ്സ് ലിവ്ഡ് ഇൻ കംബർസ്റ്റൺ, മേരിലാൻഡ്, 15 miles south of Annapolis and 30 miles due east of Washington, D.C. He had become one of Bill's closest and most trusted friends. അത് മേരിലാൻഡിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയും അനാപോളിസിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുമുള്ള വാഷിംഗ്ടൺ DC-യിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ഓഫ് ബൈ ഹിംസെൽഫ് ഇൻ മേരിലാൻഡ്, വിച്ച് ടുഡേ വുഡ് ബി കോൾഡ് എ ലോണർ. അങ്ങനെ മേരിലാൻഡിൽ നിന്ന് തിരിച്ചു പോയതുകൊണ്ട് അദ്ദേഹം ഒരു ലോണറാണ്, അതായത് ഒറ്റയ്ക്ക് ഏകനായി താമസിക്കുകയാണ്. സമ്മൺ സ്റ്റേയിങ് സോബർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ നിയർ ബൈ എ ഗ്രൂപ്പ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് അന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുപോലെയുള്ള അവരുടെ വീടുകളിൽ നടന്നിരുന്ന ഗ്രൂപ്പിലൊന്നും ഇദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നില്ല. ബട്ട് ഹി ടെമ്പേർഡ് ഹിസ് ഐസൊലേഷൻ ബൈ ഫ്രീക്വന്റ്ലി ട്രാവലിംഗ് 230 miles north to stay with Bill and Louis in Brooklyn. അതായത് തന്റെ ഏകാന്തതയെ തന്നെ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹം 230 മൈലുകൾ സഞ്ചരിച്ച് എപ്പോഴും ബില്ലിന്റെയും ലൂയിസിന്റെ അടുത്ത് വരികയും ബ്രുക്ലിനിൽ താമസിക്കുകയും അവിടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 230 മൈലുകൾ സഞ്ചരിച്ച്. അപ്പോ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നുകൊണ്ടാണ് അന്നത്തെ കാലത്ത് നമ്മൾ ഇതുപോലെ ധാരാളം ഗ്രൂപ്പുകളില്ല. അപ്പൊ അദ്ദേഹം അത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫോർ ദെയർ ഓൺ പാർട്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം സ്ഥലത്ത് മീറ്റിംഗ് ഇല്ലാത്തൊരു സന്ദർഭത്തില് അദ്ദേഹം വളരെ ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായിട്ട് 230 മൈല് സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർ ദെയർ ഓൺ പാർട്ട് ദ വിൽസൺ റിട്ടേൺഡ് ദ ഫേവർ ബൈ വിസിറ്റിംഗ് ഫിറ്റ്സ് ആൻഡ് ഹിസ് ഫാമിലി അറ്റ് കംബർസ്റ്റൺ വിത്ത് such regularity that Louis could say with just a bite of exaggeration that she and Bill had practically commuted to his home in Maryland. അതായത് ബില്ലും ലൂയിസും തിരിച്ചും ഫിറ്റ്സിന്റെ ഫാമിലിയില് കൊമ്പർസ്റ്റോണിലെ ഫാമിലിയിലും പോകാറുണ്ടായിരുന്നു. അത് വളരെ സാധാരണമായിട്ട് അവരുടെ ഒരു പരിശീലനമായിരുന്നു എന്നാണ് ലൂയിസ് പറയുന്നത്. ബിൽ വിൽസൺ other early stalwart in AA, Fitzmyer could hardly have been more different from Henry G. Park. The two men were in fact almost polar opposite. അതായത് ഹാങ് പിയിൽ നിന്ന് വ്യത്യസ്തമായി ഫിറ്റ്സ്മയറും രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്, എതിർദിശയിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. ഹാങ് വാസ് എ ലൗഡ്. ഹാങ് എപ്പോഴും ഒച്ചയിൽ സംസാരിക്കുന്ന, കോൺഫിഡന്റ്. ലൗഡ് എന്ന് വെച്ചാൽ വളരെ ഉറച്ച ആത്മവിശ്വാസമുള്ള, ഹൈ എനർജി മെൻ ഓഫ് ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്നതിൽ വളരെ ഊർജമുള്ള ആളായിരുന്നു. ആൻഡ് ഫിറ്റ്സ് വാസ് എ ചാമിങ്. അദ്ദേഹം ഒരു ചാമിങ്, ആസ്തറ്റിക്, ഇംപ്രാക്ടിക്കൽ, ലവബിൾ ഡ്രീമർ. അതായത് വളരെ സ്വപ്നം കാണുന്ന, അതായത് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുന്ന, അസ്തറ്റിക് ആയിട്ടുള്ള, ചാമിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു, വളരെ സുന്ദരനായ ഒരാളായിരുന്നു. വൈൽ Fitz was subject to spells of lethargy and depressive bouts of self-pity. അപ്പോ ഒരു സ്വയം സഹതാപത്തിനും കൂടി ഉടമയായിരുന്നു. ഹാങ്സ് ഇമോഷണൽ ലൈഫ് റിവോൾവ്ഡ് അറൌണ്ട് ഹിസ് ബോയിസ്റ്റേഴ്സ് enthusiasm and seething resentments. അതായത് ഹാങ്കിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മദ്യത്തിന്റെ ചുറ്റുമുള്ള ആഗ്രഹത്തിലും പിന്നീട് കുറെ നീരസങ്ങളിലും ചുറ്റിപ്പറ്റിയായിരുന്നു ഹാങ്ങിന്റെ ജീവിതം. The two men also stood at opposite ends of the critical debate over religion in AA. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലെ മതപരമായുള്ള ആശയങ്ങളിൽ ഇവർ രണ്ടുപേരും എതിർത്തു നിന്നു. ഹാങ് വാസ് സംതിങ് ഓഫ് എ ഡയസ്റ്റ്, while Fitz had returned to the episcopal faith of his minister father, and he had done so with a deep and അബിഡിങ് കമ്മിറ്റ്മെന്റ്. അതായത് ഫിറ്റ്സ് പിന്നീട് മതവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഫാദർ ആയിരുന്നു, അല്ലെങ്കിൽ പുരോഹിതനായിരുന്നു. ആ വിശ്വാസത്തിലേക്ക് ഫിറ്റ്സ് കടന്നു വന്നു. ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് വാസ് അൺഷേക്കബിൾ ആൻഡ് ഹിസ് കൺവിക്ഷൻസ് ദാറ്റ് ഗോഡ് വാസ് എ റെസ്പോൺസിബിൾ ഫോർ ദ ഗിഫ്റ്റ് ഓഫ് ഹിസ് സോബറിറ്റി അൺക്വസ്റ്റ്യൻസ്ഡ്. അതായത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തന്റെ സുബോധാവസ്ഥയ്ക്ക് സഹായകരമായി തീർന്നത് ദൈവമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു, ആത്മവിശ്വാസത്തിലായിരുന്നു ഫെയ്ത്ത്. മയോസ് ഡ്രീമി impractical nature is evident in the checkered business life he led before getting sober at the age of 38. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഭാവനാരഹിതമായിട്ടുള്ള, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ചില ബിസിനസ്സുകൾ
അദ്ദേഹം തുടങ്ങിയിരുന്നു. ഹിസ് ഫസ്റ്റ് ജോബ് വാസ് ഇൻ ദ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ലാർജ് കമ്പനി. ആദ്യത്തെ ജോബ് ഏതായിരുന്നു? ഒരു അക്കൗണ്ടിംഗ് കമ്പനിയിലെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്, ഒരു വലിയ കമ്പനിയിലെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം വർക്ക് ചെയ്തത്. വേർ ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ കളക്റ്റീവ് റിസീവബിൾസ് ഹാവിംഗ് ലോസ്റ്റ് ദാറ്റ് ജോബ്. അത് പല കാര്യങ്ങളും സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജോബ് അവിടുത്തെ. ഹാവിംഗ് ലോസ്റ്റ് ദാറ്റ് ജോബ് ഹി മൂവ്ഡ് ടു ട്രൈ ഹിസ് ഹാൻഡ് ആസ് എ ട്രാവലിംഗ് സെയിൽസ്മാൻ. പിന്നീട് അദ്ദേഹം സെയിൽസ്മാൻ ആയിട്ട്, സഞ്ചരിക്കുന്ന സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തു. ഹി ദെൻ ബിക്കം എ റിയൽ എസ്റ്റേറ്റ് സെയിൽസ്മാൻ. പിന്നീട് അദ്ദേഹം ഭൂമിയൊക്കെ വിൽക്കുന്ന ഒരു സെയിൽസ്മാൻ ആയിട്ട് മാറി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടീച്ചർ ആറ്റ് എ ബോയ്സ് സ്കൂൾ ഇൻ നോർട്ട്ഫോക്ക്. പിന്നീട് അദ്ദേഹം ഒരു ബോയ്സ് സ്കൂളില് നോർട്ട്ഫോക്കില് അദ്ദേഹം ടീച്ചറായിട്ട് ജോലി ചെയ്തു, വെർജീനിയയില്. ഫെയിലിംഗ് അറ്റ് ദാറ്റ് ഹി ഫൈനലി ഡിസൈഡ് ടു ബിക്കം എ ഫാർമർ. ഇതെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കൃഷിപ്പണിക്കാരനായിട്ട് മാറി. വർക്കിംഗ് എ പ്ലോട്ട് ഓഫ് ലാൻഡ്. അദ്ദേഹം കുംബർസ്റ്റണില് ഒരു ലാൻഡിൽ വർക്ക് ചെയ്തു. വിച്ച് വാസ് നിയർ ഹിസ് ഒറിജിനൽ ഹോം ടൗൺ ഇൻ മേരിലാൻഡ്. ഇത് മേരിലാൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിനടുത്ത് തന്നെയാണ്. ഫിറ്റ്സ് മാരീഡ് ലൈഫ് വാസ് ഫ്രോട്ട് വിത്ത് സിമിലർ അപ്സ് ആൻഡ് ഡൗൺസ്. ഇപ്പോ ഫിറ്റ്സിന്റെ കല്യാണ ജീവിതം അല്ലെങ്കിൽ മാരേജ് ജീവിതവും ഉയർച്ച താഴ്ചകൾ ഉള്ളതായിരുന്നു. മാരീഡ് ഇൻ 1921, 1921 കല്യാണം കഴിച്ചു. ഹി ആൻഡ് ഹിസ് വൈഫ് എലിസബത്ത് ഹാഡ് 3 ചിൽഡ്രൻ ഓവർ ദ നെക്സ്റ്റ് 10 years. അടുത്ത 10 വർഷത്തിനുള്ളിൽ അവർക്ക് 3 കുട്ടികളുണ്ടായി. ബട്ട് ദ റിലേഷൻഷിപ്പ് വാസ് ഹാർഡ്ലി സ്മൂത്ത്. അവരുടെ റിലേഷൻഷിപ്പ് അത്ര മാത്രം സ്മൂത്ത് ആയിരുന്നില്ല. ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ സിറ്റുവേഷൻ ഗിവൺ ഹിസ് ഇൻക്രീസിംഗ്ലി മോഡസ് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം മനസ്സിലാക്കപ്പെടാത്ത ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടിശീലം കൂടുതലായി വന്നു. ബട്ട് ഈവൻ ആഫ്റ്റർ ഹി ക്വിറ്റ് ഡ്രിങ്കിങ് ഇൻ 1935 അദ്ദേഹം മദ്യപാനം നിർത്തിക്കഴിഞ്ഞപ്പോൾ ഫിറ്റ്സ് കാൻഡിഡ്ലി അഡ്മിറ്റഡ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, അതായത് കുടുംബത്തിലെ അംഗങ്ങളോട് അദ്ദേഹം സമ്മതിച്ചു, continued to annoy him, and marital discord seemed to be more the rule than the expectation in the Mayo household. While sober, he once abandoned his wife at homesick to board a train after being unkind to her in leaving. അതായത് അദ്ദേഹത്തിന്റെ ബുക്കിലെ കഥയിൽ പറഞ്ഞിരിക്കുന്ന, അവർ സദേൺ ഫ്രണ്ട് എന്നാണ് ബുക്കിലെ കഥയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഒരിക്കല് അദ്ദേഹത്തിന്റെ ഭാര്യയെ വീട്ടിൽ രോഗബാധിതയായിരുന്ന ഭാര്യയെ ഒറ്റയ്ക്കാക്കി അദ്ദേഹം ട്രെയിനിൽ കയറി യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഫിറ്റ്സ് relates the incident similar to this, confessing in his first person present tense narrative. അപ്പൊ ഇവിടെ വെച്ച് ഈ കഥയില് അദ്ദേഹം കുറ്റസമ്മതം നടത്തുകയാണ്. തിങ്സ് ആർ നോട്ട് ഗോയിങ് സോ വെൽ അറ്റ് ഹോം. അതായത് വീട്ടില് കാര്യങ്ങൾ ഭംഗിയായി പോയില്ല. ഐ ആം ലേണിംഗ് ദാറ്റ് ഐ കനോട്ട് ഹാവ് മൈ ഓൺ വേസ് ആസ് ഐ യൂസ്ഡ് ടു. അതായത് ഞാനൊരു പാഠം പഠിച്ചു, എന്റെ പഴയ വഴിയിലൂടെ എനിക്ക് ഒന്നും ഉപയോഗപ്രദമായില്ല. ഐ ബ്ലെയിം മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഞാൻ എപ്പോഴും എന്റെ ഭാര്യയെയും കുട്ടികളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ആങ്കർ പൊസസ് മീ. അതായത് ദേഷ്യം എന്നെ പിടിച്ചു വലിച്ചു. ആങ്കർ സച്ച് ആസ് ഐ ഹാവ് നെവർ ഫെൽറ്റ് ബിഫോർ. അതായത് ദേഷ്യം, അതിനു മുമ്പ് ഒരിക്കലും തോന്നാത്ത ദേഷ്യം. ഐ വിൽ നോട്ട് സ്റ്റാൻഡ് ഫോർ. എനിക്കതിൽ പാക്ക് മൈ ബാഗ്സ് ആൻഡ് ലീവ്. ഞാൻ എന്റെ ബാഗ് പാക്ക് ചെയ്ത് അവിടെ നിന്നിറങ്ങി. ആൻഡ് ഗോസ് ടു സ്റ്റേ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഫ്രണ്ട്സ്. ഞാൻ എന്നെ മനസ്സിലാക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. In all likelihood, those understanding friends were the Wilsons, who found themselves deeply enmeshed in the Mayo-Samaritan problem on more than a few occasions over the years. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബിൽ വിൽസൺ അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങള്. അപ്പൊ വിൽസന്റെ അടുത്തേക്കാണ് അദ്ദേഹം പോയത്. ഇൻ ഫെബ്രുവരി ഓഫ് 1938, 1938 ഫെബ്രുവരിയിൽ, 4 months ബിഫോർ ദിസ് ജൂലൈ റോഡ് ട്രിപ്പ്, അതായത് ജൂലൈയിലെ റോഡ് ട്രിപ്പിന് 4 മാസങ്ങൾക്ക് മുമ്പ്, ലൂയിസ് ഹാഡ് റിട്ടേൺ ടു ലൂയിസ് എഴുതുന്നുണ്ട്, ഹു വാസ് ദെൻ വിസിറ്റിംഗ് അറ്റ് കൊമ്പർസ്റ്റൺ. അതായത് കൊമ്പർസ്റ്റണില്, വൈ ഡോണ്ട് യു ബ്രിങ് ഫിറ്റ്സ് ബാക്ക് വിത്ത് യു ആൻഡ് കം ഹോം സൂൺ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫിറ്റ്സിനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൂടാ? ദ മോർ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, the more it seems to me that Fitz ought not to live at home that he isn't ready to tackle the family, that they are all happier when he is away and he himself a different man. അതായത് ഫിറ്റ്സ് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരുന്നു. കാരണം അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവനില്ലാത്തപ്പോൾ വീട്ടിലെ ആളുകൾ സന്തോഷവാനാണ് എന്നാണ്. 3 weeks later, 3 ആഴ്ചകൾ ശേഷം, ലൂയിസ് വാസ് ഹെർസെൽഫ് ഓൺ ആൻ എക്സ്റ്റൻഡഡ് ട്രിപ്പ് ടു കൊമ്പർസ്റ്റൺ. അവള് കൊമ്പർസ്റ്റണിലേക്ക് പോകാൻ ഷീ റോട്ട് ബില്ലിന് കത്തെഴുതുന്നുണ്ട്. ദാറ്റ് ഷീ ഹാഡ് ജസ്റ്റ് ടോൾഡ് എലിസബത്തിനോട് പറയുന്നത്, അതായത് ഫിറ്റ്സ് ഭാര്യയോട്, ഹൗ ഫൈൻ ഫിറ്റ്സ് വാസ്. എന്ത് ഫിറ്റ്സ് അത്ര ഫൈനാണ്. ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ് വാണ്ടിങ് ഹിം ബെറ്റർ
it probably hurt her to think he is fine as soon as he gets away from home. അപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവൾ സന്തോഷവാദിയായി കാണുന്നു. Despite his 2.5 years of sobriety, 2.5 വർഷത്തെ സുബോധാവസ്ഥയിൽ വിറ്റ്സ്മയർ had not yet acquired enough emotional stability. അതായത് 2.5 വർഷത്തെ സുബോധാവസ്ഥ അവനായിട്ടുള്ളൂ. അതുകൊണ്ട് അവന് ഒരു വൈകാരിക സുബോധാവസ്ഥ കടന്നു വന്നിട്ടില്ല. or resiliency or successfully navigate the turmoil on his own family life. അതായത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് പലപ്പോഴും ഈ പറയുന്ന വല്ലാത്ത ദേഷ്യമൊക്കെ വന്നുകൊണ്ട് അത് ഉള്ളില് ഒരു സക്സസിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതില് വ്യക്തിപരമായിട്ടുള്ള ഈ വൈകാരിക സുബോധാവസ്ഥയിലേക്ക് വരാൻ സാധിച്ചില്ല. നോർ വാസ് ഫിറ്റ് സക്സസ്ഫുൾ ഇൻ ഗെറ്റിംഗ് പീപ്പിൾ സോബർ യൂസിങ് ദ മെത്തേഡ് ഹി ഹാഡ് ലേൺഡ് ഇൻ ന്യൂയോർക്ക്. അതായത് അല്ലെങ്കിൽ അദ്ദേഹം മറ്റാളുകളിലേക്ക് ഈ സന്ദേശം കൊടുക്കാനായിട്ട് പോകുന്നതിൽ വിജയിച്ചില്ല. ന്യൂയോർക്കിൽ നിന്ന് പഠിച്ച ആ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. ബാക്ക് ഇൻ മേരിലാൻഡിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഹി ഡെസ്പറേറ്റ്ലി മിസ്ഡ് ദ ബ്രുക്ലിൻ ഫെലോഷിപ്പ്. അവന് ബ്രുക്ലിൻ ഫെലോഷിപ്പ് നഷ്ടപ്പെടുന്നു. ആൻഡ് ഡിഡ് ഹിസ് ബെസ്റ്റ് ടു റീക്രിയേറ്റ് ദാറ്റ് സെയിം ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ എ ലോക്കൽ ലെവൽ. അദ്ദേഹത്തിന്റെ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ ഈ ബ്രുക്ലിനിലെ കമ്മ്യൂണിറ്റി പോലെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഇൻ വർക്കിംഗ് ഫോർ ഹിം ആൻഡ് ഇറ്റ് വാസ് വർക്ക് ഫോർ അതേഴ്സ്. അപ്പം അത് അദ്ദേഹത്തിന് വർക്ക് ചെയ്തത്. എ മാൻ കോൾസ് മീ ഓൺ ദ ഫോൺ, ഈ റീകൗണ്ട്സ് ഇൻ ഹിസ് ബിഗ് ബുക്ക് സ്റ്റോറി. അപ്പം അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ഒരാൾ അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു. വിൽ ഐ ടേക്ക് എ യങ് ഫെലോ ഹു ഹാസ് ബീൻ ഡ്രിങ്കിങ് ഫോർ 2 weeks ടു ലൈവ് വിത്ത് മീ. അപ്പൊ 2 ആഴ്ച ഓളം കുടിച്ചു കിടന്ന ഒരാളെ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് കൂടെ താമസിപ്പിച്ചു. സൂൺ ഐ ഹാവ് അതേഴ്സ് ഹു ആർ ആൽക്കഹോളിക്സ് ആൻഡ് സം ഹു വാസ് അതർ പ്രോബ്ലം. ചിലരെ കൂടെ താമസിപ്പിച്ചവർക്ക് അവർക്ക് മദ്യാസക്തരാണ്, മറ്റുള്ളവർക്ക് മറ്റു ചില പ്രശ്നങ്ങളാണ്. ഐ ബിഗിൻ ടു പ്ലേ ഗോഡ്. ഞാൻ ദൈവം കളിക്കാൻ തുടങ്ങി. ഐ ഫീൽ ദാറ്റ് ഐ ക്യാൻ ഫിക്സ് ദം ഓൾ. ഞാൻ വിചാരിച്ചു എനിക്ക് അവരെ ശരിയാക്കാൻ പറ്റും. ഐ ഡു നോട്ട് ഫിക്സ് എനിവൺ. എനിക്ക് ആരെയും ശരിയാക്കാൻ കഴിഞ്ഞില്ല. അബൻഡനിങ് ഹിസ് അറ്റംപ്റ്റ്സ് ടു സോബർ അപ്പ് പീപ്പിൾ അറ്റ് ഹോം. അതായത് ഇദ്ദേഹം വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് ആളുകളെ സുബോധവാനാക്കാൻ ശ്രമിച്ചിരുന്നു. വൺ ക്യാൻ ഓൺലി ഇമാജിൻ ഹൗ മച്ച് ദിസ് മസ്റ്റ് ഹാവ് അഗ്രവേറ്റഡ് ഹിസ് ഓൾറെഡി അൺസ്റ്റേബിൾ ഫാമിലി സിറ്റുവേഷൻ. അതായത് അവന്റെ കുടുംബത്തിൽ ഒരു കുടുംബ സമാധാനം ഇല്ലാത്ത സിറ്റുവേഷനിൽ വീണ്ടും ഒരാളെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് അത് എത്രമാത്രം ഭാവനാതീതമാണ് എന്നാണ് അവിടെ പറയുക. ബൈ മാർച്ച് 1937, 1937 മാർച്ചിൽ പിറ്റ്സ് വാസ് ട്രൈങ് ടു റൺ എ മിഷൻ ഇൻ ദ നിയർ ബൈ ടൗൺ ഓഫ് ഷെഡിസൈഡ്. ഷെഡിസൈഡിൽ ഒരു മിഷൻ, ഒരു ദൗത്യം തുടങ്ങാൻ തീരുമാനിക്കുക. ദിസ് പ്രൊജക്ട് വാസ് നെയ്തർ സക്സസ്ഫുൾ നോർ വെരി ലോങ് ലൈവ്ഡ്. ഒന്നില്ലെങ്കിൽ ഈ പ്രൊജക്ട് വിജയിക്കും, അല്ലെങ്കിൽ വിജയിക്കും, കൂടുതൽ കാലം നീണ്ടുപോകില്ല. ലൂയിസ് ഈവൻ പ്ലേസ്ഡ് ദ വേർഡ് മിഷൻ. അതായത് ലൂയിസ് ഇതിനെ എഴുതുന്നത് മിഷൻ എന്നാണ്, ദൗത്യം എന്നാണ്. ഇൻ സ്കെയർ കോട്ട്സ് വെൻ ഷീ മെൻഷൻ വിസിറ്റിംഗ് ദെയർ ഇൻ ഹർ ഡയറി. പലപ്പോഴും വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. ആൻഡ് ഓൾ ദിസ് വർക്ക് വിത്ത് ആൽക്കഹോളിസ് ഇൻ മെരിലാൻഡ് വാസ് ഇൻ ദ ഓൺലി തിങ് ഗോയിങ് പുവർലി ഫോർ ഫിറ്റ്സ്. ഫിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മേരിലാൻഡിലെ ജോലി, മറ്റു മദ്യാസക്തരെ കണ്ടെത്താവുന്ന ജോലി വളരെ പരിതാപകരമായിരുന്നു. ലീവിംഗ് ഹിസ് ഫാമിലി ടു ഫെൻഡ് ഫോർ ദംസെൽവ്സ് ഹി ഫ്രീക്വന്റ്ലി ഡിക്കംബഡ് ടു നിയർ ബൈ വാഷിംഗ്ടൺ DC. അപ്പൊ ഈ വീട്ടിലെ പ്രശ്നം കാരണം പലപ്പോഴും അദ്ദേഹം ക്യാമ്പ് ചെയ്തിരുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. വേർ ഹി സ്റ്റേഡ് വിത്ത് ഹിസ് സിസ്റ്റർ. അവിടെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആഗ്നസ് ഉണ്ടായിരുന്നു. ഹു വർക്ക്ഡ് ദേർ. അവൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾദോ ദിസ് എഫേർട്ട് ഡിഡ് ഫൈനലി പ്രൊഡ്യൂസ് സം സ്ലിം പോസിറ്റീവ് റിസൾട്ട്സ്. അങ്ങനെ വാഷിംഗ്ടൺ DC-യിൽ വളരെ നേരിയ പ്രതീക്ഷയോടുകൂടിയ ചില ഉത്തരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ദേ വേർ മീഗർ ഇൻഡീഡ്. ഇൻ ലേറ്റ് 1937, 1937 അവസാനം, ഫിറ്റ്സ് ഗോട്ട് എ ഫ്രണ്ട് നെയ്മഡ് ജാക്കി വില്യംസ് സോബർ ആൻഡ് ജാക്കി ഇൻ ടേൺ സോബർഡ് അപ്പ് ജിം ബോർവെൽ. അപ്പോ ജാക്കി വില്യം എന്ന് പറഞ്ഞ ഒരാളെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ ജാക്കി ജിം ബോർവെലിനെ സോബറപ്പാക്കി. എന്ന് വെച്ചാൽ ജിം ബോർവെലിന് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. ബട്ട് ദെൻ ജാക്കി ഡ്രാങ്ക് അഗൈൻ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ജാക്കി വില്യം വീണ്ടും കുടിക്കാൻ പോയി. ആൻഡ് ഈവൻച്വലി ഡെഡ് ഡ്രങ്ക്. പിന്നീട് അദ്ദേഹം കുടിച്ചു മരിക്കുകയാണ് ചെയ്തത്. ജാക്കി കൊണ്ടുവന്ന വലിയ ഒരു കാര്യമുണ്ട്, ജിം ബോർവെലിനെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. വൈൽ ജിം ലെഫ്റ്റ് ഫോർ ന്യൂയോർക്ക്, where he carried out of all his subsequent 1938 escapades. For all his hard work, Fitz had almost no luck in actually getting people sober. അപ്പം ഈ പറയുന്ന ജിമ്മിന് കിട്ടിയതല്ലാണ്ട് അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നങ്ങളിലൊന്നും ഫിറ്റ്സിന് ആരെയും
കിട്ടാനായിട്ടോ ഒരു ഭാഗ്യമുണ്ടായില്ല. ആരെങ്കിലും മോചിതനാക്കാൻ സുബോധത്തിലെത്തിക്കാൻ സാധിച്ചില്ല. Perhaps the problem was his consistently strong emphasis on God when delivering his appeals. അപ്പോ ഇവിടെ എന്താണ് പ്രശ്നം? കോൺസ്റ്റന്റ്ലി സ്ട്രോങ് എംബസൈസ് ഓൺ ഗോഡ്, അവന്റെ തുടർച്ചയായിട്ടുള്ള ദൈവത്തെ കുറിച്ചുള്ള പറച്ചിൽ. സ്ട്രോങ് എംബസൈസ് ഓൺ ഗോഡ് വെൻ ഡെലിവറിങ് ഹിസ് അപ്പീൽസ്. പലപ്പോഴും ആളുകളിലേക്ക് അവൻ ഇത് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞാണ്. ബട്ട് വാട്ട് എവർ ദ കോസ് എന്നിരുന്നാൽ തന്നെ, ആസ് ബിൽ വിൽസൺ ലേറ്റർ അഡ്മിറ്റഡ്, നിയർ ഫെയിലിയർ ഡോഗ്ഡ് ഹിസ് എഫേർട്സ് ഫോർ ഇയേഴ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും പരാജയമടഞ്ഞു, വർഷങ്ങളായിട്ടുള്ള പ്രയത്നങ്ങൾ പരാജയമടഞ്ഞു എന്ന് ബിൽ വിൽസൺ പിന്നീട് പറയുന്നുണ്ട്. ഗ്രേവിയസ്ലി കോമ്പൗണ്ടിങ് ഓൾ ഓഫ് ദീസ് ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ദ വർക്ക് ബ്രോട്ട് ഇൻ നോ മണി വാട്ട് എവർ സോവർ, അതായത് പൈസയും ഇല്ല, ആൻഡ് ദ മയോസ് വെയർ ഇൻ ഡെസ്പറേറ്റ് നീഡ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പോ ഫിക്സ് മയോയ്ക്കും ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. ദർ ലാർജ് ഹൗസ് ഹോൾഡ് ആൻഡ് എലിസബത്ത് ഓൺ ഗോയിങ് മെഡിക്കൽ പ്രോബ്ലം, അതായത് അവരുടെ വലിയൊരു വീടുണ്ട്. അവിടെ എലിസബത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട്, ഫിറ്റ്സ്മയുടെ ഭാര്യയാകട്ടെ രോഗപ്രശ്നങ്ങളുമായിട്ട് ഡിമാൻഡഡ് അറ്റ്ലീസ്റ്റ് എ മോഡറേറ്റ് ഫ്ലോ ഓഫ് റെഗുലർ ഇൻകം ഫോർ ദം ജസ്റ്റ് ടു കീപ് ദെയർ ഹെഡ്സ് അബവ് വാട്ടർ. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലേക്ക് കുറച്ച് പണമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെല്ലാം മുങ്ങിത്താഴും. അതുകൊണ്ട് അവർക്ക് ചെറിയ വരുമാനം ആവശ്യമുണ്ട് എന്നാണ് പറയാം. ബിൽ ആൻഡ് ഫിറ്റ്സ് സെറ്റ് ഔട്ട് ടേക്കിംഗ് ദ ട്രെയിൻ ഫ്രം ന്യൂയോർക്ക് സിറ്റി, അതായത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ബിൽ ആൻഡ് ഫിറ്റ്സ് ഫസ്റ്റ് സ്റ്റോപ്ഡ് ഇൻ മെരിലാൻഡ് ആൻഡ് ദെൻ ട്രാവൽഡ് ഫർദർ സൗത്ത് ടു സഫോക്ക്, വെർജീനിയ, എ സിറ്റി ഇമ്മീഡിയറ്റ്ലി വെസ്റ്റ് ഓഫ് നോർഫോൾക്ക്, വേർ ദേ സ്പെൻഡ് ദ നൈറ്റ് വിത്ത് ഡോക്ടർ ചാൾസ് ഹെഡ്ജസ് ആൻഡ് ഹിസ് വൈഫ് മാർഗരറ്റ്. അതായത് ന്യൂയോർക്കിലേക്ക് ട്രെയിൻ കയറുന്നതിന് ഇടയിൽ വെച്ച് അവർ ഇറങ്ങി, മേരിലാൻഡിൽ ഇറങ്ങി, വീണ്ടും അവര് സഫോൾക്ക് എന്ന് പറയുന്ന വെർജീനിയയുടെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് നോർഫോൾക്കിൽ വെച്ചിട്ട് ഡോക്ടർ ചാൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മാർഗരറ്റിന്റെ കൂടെയും അന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്തു. ഹെഡ്സ് വാസ് വൺ ഓഫ് ദ 10 ന്യൂയോർക്ക് സക്സസ് സ്റ്റോറീസ് ഹാങ് പി വുഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഹിസ് പ്രസന്റേഷൻ ടു ദ ബോർഡ് ഓഫ് ദ ആൽക്കഹോളിക് ഫണ്ട് 1 month later, definitely recovered, but who are out of touch with the group. അപ്പം ഈ ഡോക്ടർ ചാൾസ് ആകട്ടെ സക്സസ് ആയിട്ടുള്ള കഥ ഹാങ് പി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിൽ. പിന്നീട് ബോർഡ് ഓഫ് ദ ആൽക്കഹോളിക് ഫണ്ട്, അതായത് ആൽക്കഹോളിക് ഫണ്ട് കൈകാര്യം ചെയ്യാനുള്ള ബോർഡിന്റെ ഒരു അംഗമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ട്. There is some wonderful irony in the sequence of events. അപ്പൊ ഇതിനെ വിചിത്രകരമായ പല അത്ഭുതങ്ങൾ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നത്. ഫിറ്റ്സ് ആൻഡ് ജിം ഹാഡ് ഗ്രോൺ അപ്പ് ടുഗദർ, അതായത് ഫിറ്റ്സ് മയോയും ജിം ബോർവെലും ഒന്നിച്ച് വളർന്നു വന്നവരാണ്. ആൻഡ് ന്യൂ ഈച്ച് അതർ വെൽ, രണ്ടുപേർക്കും പരസ്പരം അറിയാം. ആസ് ദ കോൺട്രവേഴ്സി ഓവർ വാട്ട് ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ബി പുട്ട് ഓൺ ദിസ് ബുക്ക്, അതായത് എന്തൊക്കെയാണ് ഇതിനകത്ത് വെക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ബുക്കിൽ ഉൾപ്പെടുത്താതിരിക്കേണ്ടത് എന്ന് ഫിറ്റ്സ് വുഡ് ഫൈൻഡ് ഹിംസെൽഫ് അറ്റ് വൺ എൻഡ് ഓഫ് ദ സ്പെക്ട്രം അഡ്വക്കേറ്റിംഗ് ഫോർ എ സ്പെസിഫൈഡ് റിലീജിയസ് പ്രോഗ്രാം. അതായത് ഫിറ്റ്സ് ഈ ദൈവത്തെ കണ്ടുപിടിച്ചതുകൊണ്ടും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് വെക്കണമെന്ന് ഫിറ്റ്സ് പറയുമ്പോൾ, while Jim was positioned at the other and demanding a strictly psychological approach. അപ്പം ഫിറ്റ്സ് ജിമ്മിനെ കൊണ്ടുവന്നാലും ജിമ്മ് പറഞ്ഞിരുന്നത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരിക്കണം ബുക്കിൽ നിന്നാണ്. അപ്പോ ഫിറ്റ്സ് ആണ് ജിമ്മിനെ കൊണ്ടുവന്നെങ്കിലും ജിം ഫിറ്റ്സിനോട് ചേർന്ന് നിൽക്കുകയല്ല ചെയ്തത്. എന്താണോ ലോക നന്മയ്ക്കും അല്ലെങ്കിൽ പിന്നീടുള്ള ആൽക്കഹോളിക്കിന് നന്മയ്ക്കായി വരുന്നത്, അത് രണ്ടുപേരും ആവശ്യപ്പെട്ടു. ഒരാൾ ആവശ്യപ്പെട്ടത് എന്താണ്, ഇതൊരു മതപരമായിട്ടുള്ള കാര്യമാണ്. മറ്റേയാൾ ആവശ്യപ്പെട്ടതോ ഒരിക്കലുമല്ല, ലോകത്തുള്ള എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് സ്വീകരിക്കണം. ടുഡേ ദേ ആർ ബറീഡ് ജസ്റ്റ് എ ഫ്യൂ ഫീറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ ദ ക്രിസ്റ്റ് എപ്പിസ്കോപ്പൽ ചർച്ച് സെമിട്രി ഓൺവിൽ MD. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരേ സെമിത്തേരിയിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. There are numerous references to Elizabeth poor health and frequent visit to doctors and hospital in Louis Day and letters. അപ്പോൾ ഇത് കൂടാതെ ഈ ഫിറ്റ്സ് മയോയുടെ ഭാര്യയായ എലിസബത്തിന്റെ ഡോക്ടറിന്റെയും ആശുപത്രിയിലേക്കുള്ള സന്ദർശനത്തെ കുറിച്ച് ലൂയിസിന്റെ ഡയറിയിലും കത്തിലും കൃത്യമായി വിവരിക്കുന്നുണ്ട്. ആരെങ്കിലും അത് വായിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഹഡ്ജസ് ഹാഡ് ബീൻ ദ ഡയറക്ടർ
of the prestigious Johns Hopkins Hospital in Baltimore during the late 1920s and the 1930s before becoming superintendent for New York City's Roosevelt Hospital early 1934. 1934 ന്യൂയോർക്ക് സിറ്റി റൂസ്വെൽറ്റ് ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടന്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് 1920 മുതൽ 1930 മുതൽ 10 വർഷക്കാലം സെന്റ് ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആയിരുന്നു ഈ പറയുന്ന ഡോക്ടർ ചാൾസ്. 2 years later, 2 വർഷത്തിന് ശേഷം ഹിസ് ഡ്രിങ്കിങ് ഹാർഡ് സ്പൺ സോ ഫാർ ഔട്ട് ഓഫ് കൺട്രോൾ, അദ്ദേഹത്തിന്റെ കുടി നിയന്ത്രണാതീതമായി ദാറ്റ് ഹി വാസ് കിക്ക്ഡ് ഓഫ് ദി സ്റ്റാഫ്, അദ്ദേഹം ഒരു സ്റ്റാഫിനെ പിടിച്ച് ചവിട്ടി. ഓഫ് ദ ഹോസ്പിറ്റൽ, ആശുപത്രിയിലെ ഒരു സ്റ്റാഫിനെ ചവിട്ടി. ഹി ഫൈനലി ക്വിറ്റ് ഡ്രിങ്കിങ് ഇൻ ജനുവരി ഓർ ഫെബ്രുവരി 1937. 1937 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഏതോ ഒരു സമയത്ത് അദ്ദേഹം കുടി നിർത്തി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൽസൺസ് ആൻഡ് ഹാങ് പി, അതായത് ഹാങ് പിയുടെയും ബിൽ വിൽസന്റെ സഹായത്താൽ. ആൻഡ് വൺ സോബർ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി പെറ്റീഷൻഡ് ബിൽ വിൽസൺ ഫോർ അസിസ്റ്റന്റ് വിത്ത് ഹിസ് ബ്രദർ ഇൻ ലോ. അപ്പോ ഇങ്ങനെ കൂടി നിർത്തിയതിനു ശേഷം ഉടൻ തന്നെ അദ്ദേഹം ബിൽ വിൽസനോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബ്രദർ ഇൻ ലോ ആയ പോൾ കെലോഗ്, ഹു ഓൾസോ ഡെസ്പറേറ്റ്ലി നീഡഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, അദ്ദേഹത്തിന് ഒന്ന് പോൾ കെലോഗിനെയും ഒന്ന് സഹായിക്കണം. സംതിങ് പോൾ ഡിഡ് ഇൻ ജൂലൈ 1937 ബട്ട് വിത്ത് ലേറ്റർ മിക്സഡ് റിസൾട്ട്. അതായത് പോള് ജൂലൈ 1937 കൂടി നിർത്തിയതായിട്ടാണ് തെളിയിക്കുന്നത്. പക്ഷെ വീണ്ടും പിൽക്കാലത്ത് അദ്ദേഹം കുടിച്ചില്ല എന്നുള്ള കൃത്യമായ അറിവില്ല, അല്ലെങ്കിൽ ഒരു മിക്സഡ് റിസൾട്ട് ആണ് കിട്ടുക. ഡോക്ടർ ഹെഡ്ജ് ഈസ് ഓൺ ബോർഡ്, അതായത് ബോർഡിൽ ഈ പറയുന്ന ചാൾസ് ഹെഡ്ജ് വരികയാണ്. ബിൽ സേസ് when they met again in Virginia whether Hedges knew worked for the local public health service, അതായത് അവർ തമ്മിൽ വെർജീനിയയിൽ കണ്ടുമുട്ടുമ്പോൾ, അതായത് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് സർവീസിലാണ്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം. ഹി കുഡിന്റ് ഹെൽപ്പ് ബട്ട് നോട്ടീസ് ദാറ്റ് ചാൾസ് skepticism had gone, implying the doctor had been something of agnostics and he first came through the fellowship. അദ്ദേഹം അഗ്നോസ്റ്റിക് കൂടിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആൽക്കോഹോളിക്സ് അനോണിമസിൽ വരുന്നത്. Much to Bill's amusement, he discovered that not only was Hedges no longer a skeptic, he was now a fervent and active believer in the religious solution that had been offered in him in New York in 1937. 1937 മതപരമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുക്തി നേടാമെന്നുള്ള കാര്യം സ്വീകരിച്ച ഒരാൾ കൂടിയാണ്. വിൽസൺസ് നോട്ട്സ് there were traces of his being overgrouped, implying that Charles Hedges was now deeply involved with the local ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അതായത് അതേസമയം പ്രാദേശികമായിട്ടുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ബിൽ ആൻഡ് ഫിറ്റ്സ് ഗേവ് Charles a full report about the general state of affairs in both ന്യൂയോർക്ക് ആൻഡ് അക്രോൺ. അപ്പൊ ന്യൂയോർക്കിലെയും അക്രോണിലെയും സംഭവ വികാസങ്ങളെ പറ്റി ഫിറ്റ്സും ഈ പറയുന്ന ബില്ലും അവിടെ ട്രെയിൻ നിർത്തി ആ വീട്ടിലേക്ക് പോയപ്പോൾ അവരോട് എക്സ്പ്ലെയിൻ ദർ പ്ലാൻ, അവരുടെ പ്ലാനുകൾ, പുതിയ ബുക്ക് പ്രൊജക്ടിനെ കുറിച്ചുള്ള പ്ലാനുകൾ, പ്രൗഡ്ലി ഷോയിങ് ഹിം ദ 2 ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്ററുകൾ അദ്ദേഹത്തിന് എഴുതി തീർത്ത 2 ചാപ്റ്ററുകളും അതിന്റെ ഔട്ട്ലൈനുകളും പിന്നെ ബുക്ക് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പറയാം. അപ്പൊ ഹെഡ്ജസ് got up a lot of steam right away and in his enthusiasm immediately volunteered to help his 2 friends with introduction to some former colleagues of Johns Hopkins, the most respected medical school and teaching hospital in the country. അതായത് ഇവരെന്തിനാണ് കാണാൻ പോയത്? കുറച്ച് ലെറ്ററുകൾ ആവശ്യമുണ്ട്. ഏതെങ്കിലും പരിചയക്കാരായിട്ടുള്ള ഡോക്ടർമാരുടെയും ഒക്കെ ലെറ്ററുകൾ നമുക്ക് ആവശ്യമുണ്ട് ഈ പുസ്തകത്തിന്റെ വിൽപ്പനയ്ക്കായി. അപ്പോ ഇദ്ദേഹം ഈ 2 കൂട്ടുകാരെയും സഹായിച്ചു. ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന അദ്ദേഹം മുമ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റൽ ഡോക്ടർമാരോടൊക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാം, ലെറ്റർ മേടിക്കാമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മുൻപോട്ട് വന്നു. ദിസ് വാസ് ഓൾമോസ്റ്റ് മോർ ദാൻ ബിൽ ആൻഡ് ഫിറ്റ്സ് കുഡ് ഹാവ് ഹോപ്ഡ് ഫോർ. ഇതാണ് ബില്ലിന്റെയും ഫിറ്റ്സിന്റെയും പ്രതീക്ഷ വർദ്ധിപ്പിച്ചത്. ജോൺസ് ഹോപ്കിൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1889 ആൻഡ് ഇറ്റ് ക്വിക്ലി ബിക്കം ദ ഫൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മോഡേൺ അമേരിക്കൻ മെഡിസിൻ. അതായത് 1889 തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റൽ അമേരിക്കയിൽ. അത് അമേരിക്കയുടെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ആദ്യത്തെ
ഹോസ്പിറ്റൽ കൂടിയാണ് മോഡേൺ അമേരിക്കൻ മെഡിസിൻ. അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ, അമേരിക്കയുടെ വൈദ്യശാസ്ത്രത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ കൂടിയാണ്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ ട്രാൻസ്ഫോമിംഗ് ദ ആന്റിക്വേറ്റഡ് പ്രാക്ടീസ് ദൻ യൂസ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ വേൾഡ്. അതായത് ലോകം മുഴുവനും, അമേരിക്കയിലും ലോകം മുഴുവനും ഈ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പല പരിശീലനങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത് അവിടെ നിന്നാണ്. ക്യാൻ ഹാർഡ്ലി ബി overstated. During its first 40 years of existence, ആദ്യത്തെ 40 വർഷത്തെ കാലത്ത് ജോൺസ് ഹോപ്കിൻസ് had revolutionized the art, the science and the teachings of മെഡിസിൻ. അവര് ഈ പറയുന്ന സയൻസും നമ്മുടെ വൈദ്യശാസ്ത്രമായ പഠനങ്ങളും വിജയിപ്പിച്ചു. കോൺസ്റ്റന്റ്ലി ഇൻവെന്റിങ് ന്യൂ മെഡിക്കൽ പ്രൊസീജിയർ ആൻഡ് ലൈഫ് സേവിംഗ് ഓപ്പറേഷൻസ്. അതായത് പുതിയ പുതിയ വൈദ്യശാസ്ത്ര കാര്യങ്ങളും ജീവിതത്തെ രക്ഷിക്കുന്ന പല ഓപ്പറേഷൻസുകളും അവർ കണ്ടുപിടിച്ചു. വൈൽ ട്രെയിനിങ് എ ഹോസ്റ്റ് ഓഫ് വെൽ എഡ്യൂക്കേറ്റഡ് ഡോക്ടേഴ്സ്. അതായത് അവിടെയുള്ള വിദ്യാസമ്പന്നരായ ഡോക്ടർമാരെ ടു ക്യാരി ദാറ്റ് നോളജ്, അത് ആ അറിവുകൾ വ്യാപിപ്പിച്ചു ഔട്ട് ഇൻ ടു എവരി ഏരിയ ഓഫ് ദ കൺട്രി. അതായത് അമേരിക്കയിലെ എല്ലാ സ്ഥലത്തേക്കും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇൻ ജൂലൈ 1930 there was no more important or prestigious medical establishment in the country. 1938 സമയത്ത് ഇത്രയും അഭിമാനകരമായിട്ടുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ആശുപത്രിയും ഇല്ല, അന്ന് ഉണ്ടായിരുന്നില്ല. So any testimonies, bills and fees might garner from members of its staff would be the most valuable and impressive professional endorsement they could possibly get. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഈ ആശുപത്രിയിലെ ആളുകൾ, ഡോക്ടർമാർ, അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർമാർ തരുന്ന കത്തിന് മറ്റേതൊരു കാര്യത്തെക്കാളും വിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ കത്തുകളായിരിക്കും അത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കത്തുകളായിരിക്കും അത്. ടു ജോൺസ് ഹോപ്കിൻസ് സൈക്കാട്രിസ്റ്റ് way in. Charles had just claimed he was still in touch with the several leading people on the psychiatric staff. അതായത് ചാൾസ് ഇവരോട് പറയാണ്, എനിക്ക് ഇപ്പോഴും മറ്റ് അനേകം ആളുകളുമായിട്ട് പരിചയമുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരുടെ പരിചയമുണ്ട്. ആൻഡ് ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡ്രൈവിംഗ് ബിൽ ആൻഡ് ഫിറ്റ്സ് ഓവർ ദെയർ ടു മീറ്റ് ദം. അതുകൊണ്ട് ഫിറ്റ്സിനോടും ബില്ലിനോടും പറയാണ്, നിങ്ങൾ കാർ ഓടിച്ച് അവരുടെ അല്ലെങ്കിൽ വണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലണം. The three men drove 230 miles up to Baltimore and Hedges arranged an interview with Dr. Leslie Hoffman and Dr. Esther Richards, two doctors that Hedges claimed were considered tops in psychiatry. അതായത് മനഃശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഡോക്ടർ ലോസ്ലി ഹോഗ്മാനെയും ഡോക്ടർ എസ്റ്റർ റിച്ചാർഡ്സ് എന്ന് പറയുന്ന 2 ഡോക്ടർമാരെയും 230 മൈലുകൾക്കപ്പുറം ബാൾട്ടിമോറിൽ പോയി കാണാനായിട്ടുള്ള, അവരെ ഇന്റർവ്യൂ ചെയ്യാനായി ഇവരെ അനുവദിക്കുകയാണ്. അറ്റ് ദ ടൈം both doctors were active on the staff at Johns Hopkins Hospital. ഈ സമയം അവരും ഹോപ്കിൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് served as associate in psychiatry when teaching at the യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബൈ നൗ ബിൽ വാസ് വെൽ പ്രാക്ടീസ്ഡ് അറ്റ് ദിസ് പ്രസന്റേഷൻ. അപ്പൊ ഇപ്പോഴത്തേക്കും ബിൽ വിൽസൺ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പരിശീലനം നേടിക്കഴിഞ്ഞു. ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് വളരെ പരിശീലനം നേടി. ഹി ലോഞ്ച്ഡ് ഇൻ ടു ഹിസ് എക്സ്പ്ലനേഷൻ ഓഫ്, അപ്പൊ അവന്റെ വിശദീകരണം ഓഫ് ഹൂ ദേ വേർ ആൻഡ് വാട്ട് ദേ വേർ ഡൂയിങ്. അപ്പം he then gave them the 2 chapters of the book to read. അപ്പൊ അവന്റെ എക്സ്പ്ലനേഷന് ശേഷം അവന്റെ 2 ബുക്കിന്റെ കോപ്പി അവർക്ക് കൊടുത്തു. asking that they point out where were we wrong of any other statements about the hopelessness of alcoholism and the mental conditions surrounding it. അതായത് പ്രതീക്ഷാരഹിതമായ മദ്യാസക്തിയുടെയും മാനസിക നിലയുടെയും അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന മാനസിക നിലയിലും ഞാൻ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടോ, നിങ്ങൾ അത് കറക്റ്റ് ആ പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വിൽസൺ ക്ലെയിംസ് ദാറ്റ് ബേസ്ഡ് ഓൺ വാട്ട് ഹി ഹാഡ് ജസ്റ്റ് ഹിയർഡ്, ഡോക്ടർ ഹോമൻ റെസ്പോണ്ടഡ് വിത്ത് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്ലീസ്ഡ് ഹിം ഇമ്മൻസ്ലി. അതായത് ഉടനെ തന്നെ ഡോക്ടർ ഹോക്മാൻ അദ്ദേഹത്തിന് ഒരു കത്ത് തിരിച്ചെഴുതുകയാണ്. ഇത് വായിച്ചതിന് ശേഷം ഹോക്മാൻ tossed the ball right back with the flat pronouncement that in his judgment. അപ്പൊ അവൻ വായിച്ചതിന് ശേഷം അദ്ദേഹം ബോൾ തിരിച്ചറിയുകയാണ്. We were 100% correct in our attitudes and believe about the true alcoholic. അതായത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ആൽക്കഹോളിക്കിന്റെ മനോഭാവങ്ങളും വിശ്വാസങ്ങളും about the true alcoholic, അതായത് ശരിയായിട്ടുള്ള മദ്യാസക്തിയിലേക്ക്. Pointing to Fitz and me, he said,
I will go even further than you people have and make the flat statement that alcohol is for your type for 100% curable on any basis save religion. Although I am not a religious, I have great respect for its powers in this case. If I can possibly avoid it, I never take such a case as yours. They are too heartbreaking. അപ്പൊ അദ്ദേഹം പറയുന്നത് 100% ഇൻക്യൂറബിൾ ആണ് ഈ പറയുന്ന ഇത്. അപ്പൊ അതായത് അവിടെ അദ്ദേഹം എഴുതിയിരുന്നത് സേവ് റിലീജിയൻ എന്നാണ്, അതായത് മതപരമായിട്ടുള്ള കാര്യത്തിലാണ്. ഓൾദോ ഐ ആം നോട്ട് എ റിലീജിയൻ, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഐ ഹാവ് എ ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ഇറ്റ്സ് പവർ, ഞാൻ ഇതിന്റെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു. ഇൻ ദിസ് കേസ് ഇഫ് ഐ ക്യാൻ പോസിബിളി അവോയ്ഡ് ഇറ്റ്, ഞാനാണെങ്കിൽ അത് ഒഴിവാക്കുമായിരുന്നു. ഐ നെവർ ടേക്ക് എ സച്ച് കേസ് ആസ് യുവേഴ്സ്, ദേ ആർ ടു ഹെർട്ട് ബ്രേക്കിംഗ്. വാട്ട് കുഡ് ബി ക്ലിയറർ ഫോർ മോർ സപ്പോർട്ടീവ് ദാൻ ദിസ് ഫോർ വിൽസൺ ദ ഹോപ്പ്ലെസ് ഓഫ് ആൽക്കഹോളിസം ആൻഡ് ദ മെന്റൽ കണ്ടീഷൻ സറൗണ്ടിങ് ഇറ്റ്. അപ്പോ മദ്യാസക്തിയെ കുറിച്ചും ഈ പറയുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ചും എന്താണ് അത് പറഞ്ഞത്? ആസ് ഫോർ ആസ് ബിൽ കൺസേൺഡ്, ഹി ഹാഡ് ജസ്റ്റ് റിസീവ്ഡ് ദ അൾട്ടിമേറ്റ് സീൽ ഓഫ് അപ്രൂവൽ from the most respected psychiatrist in the country and bundled with Dr. Jung's earlier diagnosis of Roland Hazard. He claimed that we now have the authority of the best man in Europe and John Hopkins on the questions of incurability. അപ്പൊ ഇവര് കൂടുതൽ സന്തോഷിക്കുകയാണ് ബിൽ വിൽസൺ എഴുതിയ ആ കാര്യത്തിൽ, അതായത് പ്രതീക്ഷാരഹിതമായ മദ്യാസക്തിയെ കുറിച്ചും അതിന്റെ ചുറ്റും ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ചും അദ്ദേഹം ഒന്നും തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷവാനായി. പ്രത്യേകിച്ച് കാൾ ജങ് റോളണ്ട് ഹസാർഡിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിൽ അദ്ദേഹം ആ ചാപ്റ്ററിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ കാൾ ജങ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ലോക പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റിന്റെയും ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആശുപത്രിയുടെയും ആളുകൾ ഇതിനെ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ലെറ്റ് എനി ആൽക്കഹോളിക് ഹു തിങ്സ് ഹി ക്യാൻ സക്സസ്ഫുള്ളി മോഡറേറ്റ് ഹിസ് ഓൺ ഡ്രിങ്കിങ് ടേക്ക് നോട്ട് ഓഫ് ദിസ് ലീതൽ ഡയഗ്നോസിസ്. അപ്പോൾ ആരെങ്കിലും മോഡറേറ്റ് ചെയ്ത് കുടിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഈ രോഗലക്ഷണം, ഈ രണ്ട് രോഗലക്ഷണം, അതായത് മെന്റൽ ഒബ്സഷനും ശരീരത്തിന്റെ അലർജിയെ കുറിച്ചും പറയുന്ന ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓൾ ഓഫ് ദിസ് ഹേർട്ട് ആർ ഡൂംഡ് ടു ഫെയിലിയർ ആൻഡ് ഹിസ് ഓൺലി ഹോപ്പ് ഓഫ് എ ക്യൂർ ടു കമൻസ് ടു സീക്ക് ഗോഡ് വിത്ത് ആർഡർ ആൻഡ് അറ്റ് വൺസ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും അവൻ വിജയിക്കാൻ സാധ്യതയില്ല. അനദർ ഇഷ്യൂ, മറ്റൊരു ഇഷ്യൂ വിച്ച് കെയിം അപ്പ് ഡ്യൂറിംഗ് ദിസ് ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂവിൽ മറ്റൊരു ഇഷ്യൂ വന്നത് വാസ് ദ ഫെയിം കൺവിക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ബോത്ത് ഹോക്ക്മാൻ ആൻഡ് റിച്ചാർഡ് ദാറ്റ് AA വുഡ് നീഡ് ടു ക്ലിയർലി ഡിഫൈൻ ആൻഡ് അവോയ്ഡ് ദോസ് അൺഫോർച്ചുനേറ്റ് ഹു ഹാഡ് നോട്ട് ബി ഹെൽപ്ഡ് ബൈ ദയർ റിലീജിയസ് ക്യൂർ ഓഫ് ഫോർ ആൽക്കഹോളിസം. മറ്റൊരു ഇഷ്യൂ കടന്നു വന്നത് ഈ മതപരമായിട്ടുള്ള ഈ മദ്യാസക്തിയുടെ ഈ സുഖപ്പെടൽ പദ്ധതി. Another issue which came up during this interview was the fame conviction expressed by Hoffman Richards that AA would need to clearly define. അതായത് AA ആൽക്കഹോളിസം ഇത് കൃത്യമായി വിവരിക്കണം ആൻഡ് അവോയ്ഡ് ദിസ് അൺഫോർച്ചുനേറ്റ് ഹു വുഡ് നോട്ട് ബി ഹെൽപ്ഡ് ബൈ ദ റിലീജിയസ് കോർ ഫോർ ആൽക്കഹോളിസം. അവര് ഈ പറയുന്ന മതപരമായിട്ടുള്ള ഈ ആശയത്തിൽ വിശ്വസിക്കുന്നവരെ സഹായിക്കാൻ അവർ തയ്യാറാകണം. As noted earlier, this was not a new topic of discussion വിത്തിൻ ദ ഫെലോഷിപ്പ്. പക്ഷെ ഇതൊരിക്കലും കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ടോപ്പിക് ആയിരുന്നില്ല. അതിനു മുമ്പ് പലപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ക്യൂർനെസിനെ പറ്റി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദെയർ ഹാഡ് ഓൾറെഡി ബീൻ എ ഫെയർ എമൗണ്ട് ഓഫ് എക്സ്ക്ലൂഷണറി ടോക്ക്, അതായത് വളരെയധികം ശക്തമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇതിനെപ്പറ്റി നടന്നു കഴിഞ്ഞു. അബൌട്ട് പീപ്പിൾ വിത്ത് പ്രോബ്ലംസ് അതർ ദാൻ ആൽക്കഹോൾ, അതായത് മദ്യാസക്തി കൂടാതെ മറ്റു പ്രശ്നങ്ങളുണ്ട്. പീപ്പിൾ ഹു വെയർ ദെയർ ഫോർ ഇംപ്രസീവ് ടു ദെയർ സൊല്യൂഷൻ. In the outline of the book written few weeks earlier, Hank had noted that the alcoholics cannot be too much handicapped by other great mental and nervous abnormalities. Our failures with many such types prove that this cure will not work for everyone. അതായത് ഈ തരം നമ്മളുടെ ഈ സുഖപ്പെടൽ പദ്ധതി എല്ലാവർക്കുമായിട്ടുള്ളതല്ല. മറ്റ് രോഗങ്ങളുള്ള മറ്റ് പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഒരുപക്ഷെ സാധ്യമാകില്ല. ഡോക്ടർ റിച്ചാർഡ്സ് വാസ് particularly adamant on this point, claiming those who was suffered organic detractations from their drinking along with those who were constitutional psychopaths must be carefully avoided a potential candidate for membership in Alcoholics Anonymous. അപ്പം ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളുള്ളവരെ മെമ്പർഷിപ്പ് ആക്കുന്നതിൽ സൂക്ഷിക്കണമെന്ന് അവിടെ പ്രൊവൈഡിങ് പെർഹാപ്സ് മോർ മെഡിക്കൽ ഡീറ്റെയിൽസ് ഇവൻ ബിൽ വിൽസൺ വാസ് ലുക്കിംഗ് ഫോർ ഷീ ടോൾഡ് ഹിം. അതായത് രണ്ടാമത്തെ ഡോക്ടർ കത്ത് എഴുതുമ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് വെരി നെസസറി ദാറ്റ് യു ഹാവ് സം കോമ്പിറ്റന്റ് സൈക്കാട്രിക് ചെക്ക്
on the type of alcohols you can expect it to be of value too. അപ്പൊ നമ്മൾ സമീപിക്കുന്ന ആൽക്കഹോളിക്കിന്റെ മാനസിക കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. ദ സയൻസ് ഓഫ് ഓർഗാനിക് ബ്രെയിൻ ഡിസീസ് deterioration or something that a layman cannot detect. അതായത് ഒരു സാധാരണ മനുഷ്യന് ഒരു ആൽക്കഹോളിക് ആയിട്ട് കടന്നു വന്നിരിക്കുന്ന ആളിന്റെ മാനസിക അവസ്ഥയെ പരിശോധിക്കാൻ സാധിക്കില്ല. ആൻഡ് മെനി ഡോക്ടേഴ്സ് ആർ ഇൻ ദ സെയിം ബോട്ട്. പല ഡോക്ടർമാർക്ക് പോലും മാനസികാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത് ആർ ഫൗണ്ട് എ കെയർഫുൾ എക്സാമിനേഷൻ, വളരെ ശക്താപൂർവമായിട്ടുള്ള ഒരു പരിശോധന ബ്രെയിൻ ആവശ്യമുണ്ട്, ബ്രെയിൻ കോഡുകൾക്ക് ആവശ്യമുണ്ട്. ആൻഡ് ദേ റിപ്രസെന്റ് ഡാമേജ്, അതിൽ ചിലപ്പോ ഡാമേജ് നശിച്ചു പോയിട്ടുണ്ടാകും, വിച്ച് ഈസ് ദ നേച്ചർ ഓഫ് ഡിഫക്ട്. അതാണ് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടാകാം. റാദർ ദാൻ ഡിസ്റ്റർബിങ് ഇൻ ഫങ്ഷനിങ്, അതായത് വർക്ക് ചെയ്യാൻ കഴിയാത്ത, ഫങ്ഷൻ ചെയ്യാൻ കഴിയാത്ത അവന്റെ ഒരു തലയായിരിക്കാം അവൻ്റെത്. ദിസ് ഓർഗാനിക് ഡിക്റ്ററേഷൻ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സൈക്കോപാത്ത് ആർ ടു ടൈപ്സ്. അതായത് ഇത്തരം മാനസിക നിലയിലെ പ്രശ്നങ്ങളുള്ളവരെയും നമ്മൾ കണ്ടുപിടിക്കാൻ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, വിച്ച് യു കനോട്ട് ഹാവ് എനി സക്സസ് വിത്ത്. അവരുടെ മുമ്പിൽ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ളവർക്ക്, ഇത്തരം ബ്രെയിൻ നശിച്ചു പോയവർക്ക്, ബ്രെയിൻ കോഡ് നശിച്ചു പോയവർക്ക്, ശരിയായ ഫങ്ഷൻ ചെയ്യാത്ത ബ്രെയിൻ ഉള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ആൻഡ് ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നത്, ഈവൻ ദ മോസ്റ്റ് enthusiastic in your mindset would not be disheartened by such failures. അത്തരം പരാജയങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നല്ല ഹൃദയത്തിന് ഒരിക്കലും നിരാശ തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ആ കത്തെഴുതുന്നത്. ഡോക്ടർ റിച്ചാർഡ്സ്. ഓക്കെ, താങ്ക് യു. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം, ബാക്കി അടുത്ത ആഴ്ച. ഓക്കെ, താങ്ക് യു.